നമസ്കാരം. റെസൊണൻസ് ദ സ്റ്റഡി സ്പോട്ടിന്റെ മലയാളം ക്ലാസ്സിലേക്ക് എല്ലാ പഠിതാക്കൾക്കും സ്വാഗതം. Resonance, the study spot. ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്നത് രണ്ടാമത്തെ പാഠഭാഗമാണ്. കുടിയൊഴിക്കപ്പെടുന്നവർ എന്ന സാറ ജോസഫിന്റെ ഒരു പാഠഭാഗമാണ് ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്നത്. അതിനു മുൻപേ പഠിതാക്കളോട് ഒരു പ്രത്യേക കാര്യം പറയാനുണ്ട്. ഞങ്ങൾ എല്ലാ ക്ലാസ്സുകളും എല്ലാ വിഷയങ്ങളും റെസൊണൻസ് ദ സ്റ്റഡി സ്പോട്ടിലൂടെ നിങ്ങളുടെ അടുത്തേക്ക് എത്തിക്കുന്നുണ്ട്. എല്ലാവരും എല്ലാ ക്ലാസ്സുകളും നിർബന്ധമായും കാണണം. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പം അതുകൊണ്ട് അധികം ദീർഘിപ്പിക്കുന്നില്ല. നമ്മുടെ പാഠഭാഗത്തിലേക്ക് കിടക്കുകയാണ്. ഒന്നാമത്തെ പാഠഭാഗം എല്ലാവർക്കും പൂർണ്ണമായി മനസ്സിലായി എന്ന് നിങ്ങളുടെ അഭിപ്രായങ്ങളിൽ നിന്നും മനസ്സിലായി. അപ്പോൾ നമ്മൾ ഇന്ന് പാഠം 2 കുടിയൊഴിക്കപ്പെടുന്നവർ എന്ന പാഠഭാഗമാണ് എടുക്കുന്നത്. അതിനു മുൻപ് ഞാൻ നിങ്ങളെ ഒരു പുസ്തകം പരിചയപ്പെടുത്തുകയാണ്. തീർച്ചയായിട്ടും സമയം കിട്ടുമ്പോൾ നിങ്ങൾ പഠിച്ച ഒരു പാഠഭാഗത്തിൽ ഉൾക്കൊള്ളുന്ന ഒരു നോവലാണ് ഇത്. അപ്പോൾ ആലാഹയുടെ പെൺമക്കൾ എന്ന സാറ ജോസഫിന്റെ നോവലിലെ 9ാമത്തെ അധ്യായമാണ് 8 മുറിക്കാർക്ക് എന്ന അധ്യായമാണ് നിങ്ങൾ പാഠഭാഗമായിട്ട് പഠിക്കുന്നത്. അവിടെ കുടിയൊഴിക്കപ്പെടുന്നവർ എന്ന പേരിൽ ആ പാഠഭാഗമാണ് നൽകിയിരിക്കുന്നത്. അപ്പം തീർച്ചയായിട്ടും നമ്മൾ പരീക്ഷയ്ക്കൊക്കെ ആ പേരിന് വളരെയധികം പ്രാധാന്യമുണ്ട്. അതൊരു ചോദ്യമായിട്ട് തന്നെ ചിലപ്പോൾ നിങ്ങളോട് ചോദിക്കാം. അപ്പം ഈ പാഠഭാഗം എടുക്കുന്നതിന് മുൻപ്, കാരണം 13 അധ്യായങ്ങളുള്ള ഒരു നോവലിലെ 9ാമത്തെ അധ്യായമാണ് നമുക്ക് പഠിക്കാനുള്ളത്. അതുകൊണ്ട് തന്നെ ഇതിനെക്കുറിച്ച് ചില കാര്യങ്ങൾ പറയേണ്ടതായിട്ടുണ്ട്. ആലാഹയുടെ പെൺമക്കൾ എന്ന നോവലിലെ 9ാം അധ്യായമായ 8 മുറിക്കാർക്ക് എന്ന ഭാഗമാണ് കുടിയൊഴിക്കപ്പെടുന്നവർ എന്ന പാഠഭാഗമായി നമ്മൾ പഠിക്കുന്നത്. അപ്പൊ തീർച്ചയായിട്ടും പാഠഭാഗത്തിലേക്ക് അല്ലെങ്കിൽ നോവലിനെ കുറിച്ച് പറയുന്നതിന് മുൻപ് നമ്മുടെ നോവലിസ്റ്റിനെ കുറിച്ച് പറയേണ്ടതുണ്ട്. അവരുടെ ജനനം 1946 തൃശൂർ ജില്ലയിലെ കുരീച്ചുറ എന്ന ഗ്രാമത്തിലാണ്. ഒരു കോളേജ് അധ്യാപികയായിരുന്നു അവര്. അവരുടെ ഔദ്യോഗികമായ ജീവിതത്തിൽ നിന്ന് വിരമിച്ചു. വളരെ അധികം പുസ്തകങ്ങൾ സാഹിത്യ ലോകത്തിന് സംഭാവന ചെയ്തിട്ടുള്ള ഒരു പ്രതിഭയാണ് അവര്. അപ്പോൾ അതുപോലെ തന്നെ കേരളത്തിലെ ഫെമിനിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ പ്രധാന സംഘാടകയും പ്രവർത്തകയും ആണ്. ധാരാളം അവാർഡുകൾ അവരെ തേടിയെത്തിയിട്ടുണ്ട്. കേരള സാഹിത്യ അക്കാദമി മെമ്പർ കൂടിയായിരുന്നു അവര്. ആലാഹയുടെ പെൺമക്കൾ എന്ന നോവലിന് കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം, 2003 കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ്, ചെറുകാട് അവാർഡ്, 2004 വയലാർ അവാർഡ് തുടങ്ങിയ അവാർഡുകൾ കരസ്ഥമാക്കിയിട്ടുണ്ട്. തീർച്ചയായിട്ടും ഈ നോവല് വളരെ രസകരമായ ഒരു നോവലാണ്. ഇതിലെ ഭാഷ, പ്രത്യേകിച്ചും തൃശ്ശൂരുകാരുടെ, നമ്മുടെ എഴുത്തുകാരിയുടെ നാടായ തൃശ്ശൂരിലെ ഭാഷ വളരെ രസത്തോടു കൂടി പ്രയോഗിക്കുന്ന പല പ്രയോഗങ്ങളും ഈ നോവലിലുണ്ട്. അതുകൊണ്ടാണ് നേരത്തെ പറഞ്ഞത്. നിങ്ങൾ സമയം കിട്ടുകയാണെങ്കിൽ തീർച്ചയായും വായിച്ചിരിക്കേണ്ട ഒരു പുസ്തകമാണ് ആലാഹയുടെ പെൺമക്കൾ. കോക്കാഞ്ചിറ എന്ന കൊച്ചു ഗ്രാമത്തിലെ അല്ലെങ്കിൽ കൊച്ചു പ്രദേശത്തിലെ ജനതയുടെ ആവിഷ്കാരമാണ് ഈ നോവല്. അലഞ്ഞു നടക്കുന്ന തോട്ടികളുടെയും ഇറച്ചിവെട്ടുകാരുടെയും ആർക്കും ഇഷ്ടമല്ലാത്ത അല്ലെങ്കിൽ നാറുന്ന മണം പരത്തുന്ന ദേശമാണ് കോക്കാഞ്ചിറ. ആദ്യം അവിടെ ഒരു ശ്മശാന ഭൂമിയായിരുന്നു. അപ്പോൾ ഈ നമ്മൾ പാഠഭാഗത്തെ കുറിച്ച് പറയുമ്പോൾ അല്ലെങ്കിൽ പാഠഭാഗത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് അതിനെക്കുറിച്ചുള്ള ചില കാര്യങ്ങൾ നിങ്ങളുടെ മനസ്സിൽ ഓർത്തു വെക്കേണ്ടതുണ്ട്. ഈ നോവല് നടക്കുന്ന എന്തിനു വേണ്ടിയാണ് ഇതിലുള്ള പ്രതികരിക്കുന്നത്, ഇതിലെ ആളുകളൊക്കെ, കഥാപാത്രങ്ങളൊക്കെ പ്രതികരിക്കുന്നത് എന്തിനു വേണ്ടിയാണ്, അവിടുത്തെ ആളുകളുടെ ജനജീവിതത്തെക്കുറിച്ചുള്ള ചെറിയ ധാരണ ഉണ്ടാക്കുകയാണ്. ഇതിലെ നോവലിലെ കേന്ദ്ര കഥാപാത്രമായ ആനി എന്ന 8 വയസ്സുകാരി, ആ കൊച്ചു പെൺകുട്ടി സ്വന്തമായി തീർത്ത ലോകത്തിൽ സ്വപ്നം കൊണ്ട് നടക്കുന്നു. അവളുടെ അമ്മാമ്മയുടെയും കുടുംബത്തിന്റെയും ഒക്കെ അതിജീവനത്തിന്റെ കഥയാണ് ഈ നോവലിൽ പറയുന്നത്. തന്റെ ചെറുപ്രായത്തിൽ തന്റെ വലിയവരുടെ ലോകത്തിൽ പലതും മനസ്സിലാകാതെ പകച്ചു നിൽക്കേണ്ടി വന്നത് തൻ്റെതായ വിശദീകരണങ്ങളിലാണ് അവൾ അതിനൊക്കെ ഉത്തരം കണ്ടെത്തേണ്ടത്. പക്ഷേ ആ ഉത്തരം കണ്ടെത്തുമ്പോഴും അവൾക്കൊന്നും പൂർണ്ണമായിട്ടൊരു തൃപ്തി വരാതെ
നടത്തുന്ന അന്വേഷണങ്ങളിലൂടെയാണ്, അല്ലെങ്കിൽ അന്വേഷണങ്ങളാണ് ഈ കഥ എന്ന് നമുക്ക് പറയാം. ആനിയുടെ കൗതുകങ്ങളും ചോദ്യങ്ങളും എല്ലാം നമ്മുടെ വായനക്കാരുടെ മനസ്സിൽ വല്ലാതെ സ്പർശിക്കുന്നുണ്ട്. അതുപോലെ ഞാൻ നേരത്തെ പറഞ്ഞു, ഇതിലെ ഭാഷ, തൃശ്ശൂർ ഭാഷയുടെ സൗന്ദര്യം ആവോളം ഈ നോവലിലുണ്ട്. ചുരുക്കി പറഞ്ഞാൽ അലാഹയുടെ പെൺമക്കൾ ഒരു ദേശത്തിന്റെ കഥയാണ്, ഒരു ജനതയുടെ കഥയാണ്. മാറി വരുന്ന ജീവിത സാഹചര്യങ്ങൾക്ക് മുൻപിൽ മൂകമായി പകച്ചു നിൽക്കുന്ന പച്ചയായ മനുഷ്യരുടെ കഥയാണ് ആലാഹയുടെ പെൺമക്കൾ. പണ്ട് ശവപ്പറമ്പായിരുന്ന, തോട്ടികളുടെ നാടായിരുന്ന കൊക്കാഞ്ചിറയിലേക്ക് പുരോഗമനത്തിന്റെ അല്ലെങ്കിൽ ആഡംബരത്തിന്റെ കാറ്റ് വീശിയപ്പോൾ പിടിച്ചു നിൽക്കാനാവാതെ വന്ന കൊക്കാഞ്ചിറക്കാരുടെ കഥയാണ് ഇവിടെയുള്ളത്. അപ്പോൾ ഇവിടെ പാഠഭാഗത്തിലേക്ക് നമ്മൾ പാഠഭാഗത്തിന്റെ പേര് ഒന്ന് കുടിയൊഴിക്കപ്പെടുന്നവർ എന്നാണ്. നമുക്കറിയാം, നമ്മളെയൊക്കെ സംബന്ധിച്ചിടത്തോളം ഒരു കുടി അല്ലെങ്കിൽ ഒരു കുടി, ഒരു വീട് എന്നൊക്കെ പറയുന്നത് ഏവരെയും സംബന്ധിച്ചിടത്തോളം ഒരു വലിയ സ്വപ്നമാണ്. അപ്പോൾ ഈ ഒരു നോവലിന്റെ പശ്ചാത്തലം എന്ന് പറയുന്ന 1950 കാലഘട്ടത്തിലായിരിക്കണം. അന്ന് ഇവിടെ കമ്മ്യൂണിസം, വിമോചന സമരം തുടങ്ങിയിട്ടുള്ള സംഭവങ്ങളൊക്കെ കേരളത്തിൽ നമ്മുടെ ഇന്ത്യയൊട്ടുക്ക് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയത്ത്, അതിൻ്റെ ഒരു പശ്ചാത്തലം ഉള്ള സമയത്ത് കുടിയൊഴിക്കപ്പെടുക, അവിടെ മുതലാളിത്തത്തിൻ്റെ അല്ലെങ്കിൽ നമ്മൾ പറയുമല്ലോ, മുതലാളിമാരായ ആളുകൾ പലരും പാവപ്പെട്ടവരെ, രേഖകളില്ലാത്ത അല്ലെങ്കിൽ തെളിവുകളില്ലാത്ത പലതിനെയും കുടിയൊഴിപ്പിച്ചു വിടുന്ന പല പരിപാടികളും ഉണ്ടായിരുന്നു. അത്തരത്തിൽ കുടിയൊഴിക്കപ്പെടുന്ന ആളുകളുടെ ഒരവസ്ഥ, ഇനി നമ്മൾ എന്ത് ചെയ്യും എന്നുള്ളത്, കുടിയൊഴിപ്പിക്കാൻ വരുന്നവരുടെ ഭീകരമായിട്ടുള്ള മർദ്ദനങ്ങളും പ്രവർത്തനങ്ങളും ഒക്കെ ഈ ഒരു ഭാഗത്ത് വരുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടേതാണ് എന്ന്, അല്ലെങ്കിൽ എൻ്റെ സ്വന്തമാണ് എന്ന് കരുതുന്ന, അല്ലെങ്കിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട പലതിനെയും ഉപേക്ഷിച്ചു പോകേണ്ടി വരുന്ന നാടിനെ, തൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട വീടിനെ, കുടിയെ ഒക്കെ എന്താണ് ഉപേക്ഷിച്ചു പോകേണ്ടി വരുന്ന ജനതയുടെ എല്ലാ പ്രയാസങ്ങളും നമുക്ക് ഇതിൽ കാണാനാവും. ഗ്രാമത്തിൻ്റെ ഉള്ളിൽ അല്ലെങ്കിൽ പുരോഗമനം ഒട്ടും ചെന്നെത്താത്ത ആ നാടിൻ്റെ ഉള്ളിൽ വെറും പച്ചയായ മനുഷ്യൻ്റെ ജീവിതമാണ് നമ്മൾ ഇവിടെ കാണുന്നത്. നമുക്ക് പാഠഭാഗത്തിലേക്ക് പോവാം. എല്ലാവരും ടെക്സ്റ്റ് ബുക്ക് ഒന്ന് ശ്രദ്ധിച്ചോളാം. പ്രത്യേകിച്ചും ഇതിലെ ഭാഷ വളരെ രസകരമായിട്ട്, തൃശ്ശൂർ ഭാഷ അതിൻ്റെ സൗന്ദര്യം പൂർണ്ണമായും ഉൾക്കൊള്ളുന്ന രീതിയിൽ തന്നെ എന്ത് ചെയ്തിട്ടുണ്ട്, ഉപയോഗിച്ചിട്ടുണ്ട്. പാഠം 2, കുടിയൊഴിക്കപ്പെടുന്നവർ. സാറാ ജോസഫ്. 8 മുറി ആരുടേതാണ്? ആണും പെണ്ണും കുട്ടിയുമായി 10-70 പേരുണ്ട് 8 മുറിയിലെ താമസക്കാർ. വയറ്റിലുള്ളതും കൂടി കൂട്ടിയാൽ 75 ആയി. ശരിക്കും പറഞ്ഞാൽ അതൊരു 10 മുറിയാണ്. രണ്ടറ്റത്തുമുള്ള വീട്ടുകാർ ഓരോ ചായ്പും കൂടി ചായച്ചിറക്കി കെട്ടി വാടകയ്ക്ക് കൊടുത്തു. ഒരു ചായ്പിൽ ഈയമ്പൂശ അന്തോണിയും മറ്റേതിൽ ചോറ് കൊണ്ടുപോകുന്ന കത്തരവുമാണ് താമസം. ഈ 10 കൂട്ടരും പറയുന്നത് 8 മുറി അവരുടേതാണെന്ന്. അവിടെ താമസിക്കുന്ന എല്ലാവരുടെയും അഭിപ്രായം എന്താണ്? അത് 8 മുറി ഞങ്ങളുടെ സ്വന്തമാണ് എന്ന്. അതായത് അത്രയേറെ കാലമായി അതിനൊക്കെ എന്താണ് അവർക്ക് പറയാൻ, വായ കൊണ്ട് പറയാൻ ഒരുപാട് തെളിവുകളുണ്ട്. ആ തെളിവുകളാണ് ഇനി പറയാൻ പോകുന്നത്. എന്നാൽ എമണ്ടൻ വാറു എന്ന തൃശ്ശൂർക്കാരൻ മുതലാളി പറയുന്നു 8 മുറിയും അതിരിക്കുന്ന സ്ഥലവും അയാളുടെ അപ്പാപ്പൻ ചുമ്മാരിന്റെ പേരിലുള്ളതാണെന്ന്. അവിടേക്ക് ആ ഗ്രാമത്തിന്റെ അല്ലെങ്കിൽ 8 മുറി തങ്ങളുടേത് മാത്രമാണെന്ന് വിശ്വസിക്കുന്ന അവരുടെ അടുത്തേക്ക് എമണ്ടൻ വാറു ചെന്നെത്തുകയാണ്. ആ എമണ്ടൻ വാറുവിനൊരു വിശേഷണം നിങ്ങൾ ശ്രദ്ധിക്കുക, മുതലാളിയാണ്, തൃശ്ശൂർക്കാരൻ മുതലാളി എന്ന് പറയുന്നു അല്ലെ. അപ്പൊ അവിടെ എന്താണ്, അതിന് അയാളുടെ കയ്യിൽ രേഖകളുമുണ്ട് എന്നുള്ളതാണ്. കോക്കാഞ്ചിറയിൽ ആൾപ്പാർപ്പ് തുടങ്ങിയ കാലത്ത് ചുമ്മാര് ഉണ്ടാക്കിയിട്ട വീടാണത്രേ പിന്നീട് 8 മുറിയായതെന്നാണ് അയാളുടെ വാദം. അവൻ ഗുണ്ടടിക്കുകയാണ്. അമ്മാമ്മ പറഞ്ഞു. ഗുണ്ടടിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? അവൻ കള്ളത്തരം പറയാണ്. അതൊന്നും അല്ല ശരിയെന്നാണ് അമ്മാമ്മയുടെ അഭിപ്രായം. അമ്മാമ്മയ്ക്ക് 8 മുറിക്കാർ അമ്മാമ്മയ്ക്ക് ചുറ്റും കൂടി. 8 മുറിയുടെ മുറ്റത്ത് ഒരു ബെഞ്ചിന്മേൽ അമ്മാമ്മ ഇരുന്നു. ആനി അമ്മാമ്മയെ ചാരി നിന്നു. ആനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവളും അമ്മാമ്മയ്ക്ക് ഏറ്റവും പ്രിയപ്പെട്ടവളും ആനിയുമായിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ എന്താണ്, അവിടെ ഒരു സമ്മേളനം പോലെ, സമ്മേളനം എന്ന് പറഞ്ഞാൽ വലിയ സമ്മേളനം ഒന്നുമല്ല, ഒരു കൂടിച്ചേരൽ, ഒരു സഭ ചേരുകയാണ്. കാരണം എന്താണ്, അവിടെ പ്രശ്നം വഷളായിക്കൊണ്ടിരിക്കുകയാണ്. തൃശ്ശൂരുകാരൻ മുതലാളി എമണ്ടൻ വാറു എന്ന് പറഞ്ഞിട്ടുണ്ട് 8 മുറിയും ആ സ്ഥലവും ഒക്കെ വീടും ഒക്കെ ആരുടേതാണ്? അദ്ദേഹത്തിൻ്റെതാണെന്ന് പറയുന്നു. ആൾപ്പാർപ്പ് തുടങ്ങിയ കാലത്താ വന്നോരിന്നണ്
നമ്മളും, അതായത് ആൾപ്പാർപ്പ് തുടങ്ങിയ കാലത്ത് വന്നോര് തന്നെയാണ് നമ്മളും എന്ന് പറയുന്നു. അന്നിവിടെ 8 മുറിയില്ല, കിട്ടുമുറിയില്ല, ആകെ ഉള്ളത് കുറെ തൊരടിയും തൊട്ടാവാടിയും. എന്താണ്, കുറച്ച് തൊട്ടാവാടിയും നമുക്ക് പ്രയാസം ഉണ്ടാക്കുന്ന കുറെ സാധനങ്ങളുമാണ് എവിടെയുള്ളത്. അന്ന് ഈ കൊക്കാഞ്ചിറയിൽ ഉണ്ടായിരുന്നത് എന്ന് പറയുന്നു. പിന്നെ കുറെ എരുക്കും പാവട്ടയും, അതായത് മുള്ളുള്ള കുറെ സാധനങ്ങൾ, ആ കുറെ ചെടികളും ആർക്കും പ്രയോജനമില്ല എന്ന് കരുതുന്ന കുറെ മരങ്ങളൊക്കെ ആയിരുന്നു ഉണ്ട്. അതാ വെട്ടിക്കളഞ്ഞിട്ട് ഇവിടെ ആദ്യമായിട്ടൊരു പെരയാ തല്ലിക്കൂട്ടിയത് ദേ ഈ നിക്കണ നേർക്കരൻ എറപ്പായിര പാപ്പനും അമ്മാമയും കൂടിയിട്ടാണ്. അതായത് ഇവിടെ ഈ വീട് ഉണ്ടായത് അമ്മാമ്മയുടെ വിശദീകരണമാണ്. അവിടെയുള്ള കൂടിയിരിക്കുന്ന ആളുകളോടൊക്കെ അമ്മാമ്മ പറയാണ്, ഇവിടെ കുറെ ആർക്കും വേണ്ടാത്ത കുറെ പിന്നെ മുള്ളുള്ള ചെടികളും തൊട്ടാവാടിയും ഒക്കെ ആയിരുന്നു ഉണ്ടായിരുന്നത്. ഇവിടെ ആ കാലത്ത് എന്തുണ്ടായിരുന്നില്ല, ഒരു 8 മുറിയില്ല, കിട്ടുമുറിയില്ല, ഒരു മുറി ഉണ്ടായിരുന്നില്ല. നമ്മൾ എത്ര കഷ്ടപ്പെട്ടിട്ടാണ് എന്ത് ചെയ്തിട്ടുള്ളത്, ഇവിടെ ഈ പിന്നെ ഈ മുറികളൊക്കെ പടുത്തുയർത്തിയത്, ഈ കുടിലുകളൊക്കെ അല്ലെങ്കിൽ ഈ കുടിയൊക്കെ നമ്മൾ എങ്ങനെ ഉണ്ടാക്കിയത് എന്നുള്ളത് ആലോചിച്ച് പറയാണ്. എറപ്പായിര പാപ്പൻ കാലത്ത് കുറ്റിയാനയായിട്ടുള്ള പത്രോസ്, അന്ന് അവന്റെ ഉമ്മ കൊച്ചറിയം 10 തികഞ്ഞിരിക്കുകയാണ്. കഥ പറയാണ് അവര്. ഉമ്മയും മാപ്പിളയും കൂടി കളച്ച മണ്ണ ചവിട്ടിക്കുഴച്ച് ഇഷ്ടിക ഉണ്ടാക്കി. അവരെങ്ങനെയാണ് ഇഷ്ടിക ഉണ്ടാക്കിയത്? പണ്ടൊക്കെ അങ്ങനെയായിരുന്നു അല്ലെ. മണ്ണ് 10 തികഞ്ഞ് നിൽക്കണ ആ ഉമ്മയും മാപ്പിളയും കൂടി എന്ത് ചെയ്യാണ് ചെയ്തത്, മണ്ണാങ്ങട് ചവിട്ടി കുഴച്ചിട്ടാണ് ഇഷ്ടികയാക്കി മാറ്റിയത്. കരിങ്കല്ലിന്റെ ഉറപ്പാണ് ഓരോ ഇഷ്ടികയ്ക്കും എന്താണ്, കരിങ്കല്ലിന്റെ ഉറപ്പാണെന്നാ പറയുന്നത്. അവരുടെ കയ്യേന്ന് പെട്ടി മേടിച്ച് ഇഷ്ടിക ഉണ്ടാക്കിയിട്ടാണ് മറോടത്തെ ചായ്പ് പിടിച്ചത്. മറോടത്തെ ചായ്പ് പറഞ്ഞാൽ അമ്മാമ്മേന്റെ കുടുംബം. ഇപ്പൊ നമ്മുടെയൊക്കെ കുടുംബം എന്താണ്, ആ പെട്ടി വാങ്ങി, അതായത് നിങ്ങൾക്ക് അറിയാം ഇഷ്ടിക ഉണ്ടാക്കാനുള്ള ആ ഒരു സാധനം അതുണ്ടാക്കി അവരുണ്ടാക്കി കഴിഞ്ഞതിന് ശേഷം മറോടത്തെ പെരുണ്ടാക്കാനും നമ്മൾ അതന്നെയാ ചെയ്തതെന്നാ പറയുന്നത്. ഒരു മുറി അടുക്കളയും, അതാണ് ഇവിടെ ആദ്യം ഉണ്ടായ പെര. ഒരു മുറി ഒരു അടുക്കളയും, അല്ലാണ്ട് എമണ്ടൻ വാറു പറഞ്ഞതുപോലെ ഒന്നും അല്ല എന്ന് അമ്മാമ്മ വളരെ സ്ഥിരീകരിച്ചു പറയാണ്. അത് തല്ലിക്കൂട്ടിയത് ചുമ്മാരും കിമ്മാരും ഒന്നും അല്ല. ചുമ്മാരും അല്ല കിമ്മാരും അല്ല. നമ്മൾ എന്തിനും ഇങ്ങനെ പറയുന്നത്, നമ്മുടെ പ്രാദേശികമായ ഭാഷാ പ്രയോഗത്തിലും ഇത്തരം പ്രയോഗങ്ങൾ ധാരാളം കടന്നു കൂടാറുണ്ട് അല്ലെ. അതങ്ങടെ ഉറപ്പിക്കാൻ സ്ഥിരീകരിക്കാൻ വേണ്ടി നമ്മൾ പ്രയോഗിക്കുന്നതാണ്. പത്രോസും കൊച്ചറിയുമാണ്. കൊച്ചറിയും പത്രോസും ആണ് ആദ്യം ഇവിടെ പെര തല്ലിക്കൂട്ടിയത് എന്നാണ് പറയുന്നത്. ഇനിയിപ്പൊ ചുമ്മാരും നേരുകാരന്റെയും തമ്മിൽ വല്ല ഇടപാടുണ്ടായിരുന്നോന്ന് എനിക്കറിയില്ല കേട്ടോ. പത്രോസിന്റെ ആളുകളും അതേപോലെ തന്നെ എന്താണ് ചുമ്മാരും നേരുകാരൻ്റെവരും വല്ല ഇടപാടുണ്ടായിരുന്നോ അന്നുണ്ടായിരുന്നോ എന്നുള്ളത് എനിക്ക് അറിയില്ല കേട്ടോ. നമ്മള് നോക്കുമ്പോ ഓരോരുത്തരാ വരണു, ഇഷ്ടിയാ പിടയ്ക്കണു, ഇള്ളേന്റെ കൂടിയാ കൂട്ടിയാ കെട്ടണു. അതാണ്, അതായത് നമ്മൾ നോക്കുമ്പോ എന്താണ്, ഓരോരുത്തരും ഇങ്ങോട്ട് വരും, ഓരൊക്കെ എന്ത് ചെയ്യും, മണ്ണങ്ങോട്ട് ചവിട്ടി കുഴയ്ക്കും, ഇഷ്ടിക കൂട്ടണു, പെര അങ്ങോട്ട് ഉണ്ടാക്കണു. അതാണ് കൊഞ്ഞനും കുത്തിയുള്ള അതിന് മുമ്പ് ഒരു വരി കൂടി ഉണ്ട്. ഇങ്ങനെയാണ് 2 മുറിയും 4 മുറിയും ഒക്കെ ആയതിന്റെ ശേഷം 8 മുറിയായത്. ഇപ്പൊ അതിന്റെ പേര് വന്നത് എങ്ങനെയാ, ആദ്യം ഒരു മുറി ഉണ്ടാക്കി, ആ ഒരു മുറി ഉണ്ടാക്കിയത് ആരാണ്, പത്രോസും കൊച്ചറിയാണ്. അതിനുശേഷം ഓരോരുത്തരും ഇങ്ങനെ വരും, എന്നിട്ടോ മണ്ണാങ്ങട് ചവിട്ടിക്കുഴയ്ക്കും, എന്നിട്ട് ഇഷ്ടികേന്റെ ആ പെട്ടിയിൽ വെച്ച് അങ്ങോട്ട് ഇഷ്ടിക ഉണ്ടാക്കും. കരിങ്കല്ലിന്റെ ഉറപ്പുള്ള ആ ഇഷ്ടിക കൊണ്ട് നമ്മൾ ഓരോ മുറിയാണ്ട് ഉണ്ടാക്കും. ആ മുറി എന്തായി, ആദ്യം 1 പിന്നെ 2 പിന്നെ അത് 4 അതിന്റെ ശേഷമാണ് ഇപ്പൊ എന്തായത്, 8 മുറി ആയതെന്നാണ് പറയുന്നത്. കൊഞ്ഞനം കുത്തിയിട്ടുള്ള അതിന്റെ നിൽപ്പ കണ്ട അറിഞ്ഞൂടറോ, ഒറ്റയടിക്ക് ഉണ്ടാക്കിയിട്ടുള്ളതല്ലാന്ന്. ഒരു വ്യവസ്ഥ ഇല്ലാണ്ട് അളവും ഇല്ലാണ്ട് സാധാരണക്കാര് അവർക്ക് താമസിക്കാനുള്ള ആഗ്രഹം കൊണ്ട് ഒരു ഇടം ഉണ്ടാക്കിയതാണ് അവിടെ. ആ കൊഞ്ഞനം കത്തിയുള്ള നിൽപ്പ കണ്ട അറിയില്ലേ, കൊഞ്ഞനം കുത്തി വകതിരിവില്ലാതെ ആ കെട്ടിടത്തിന്റെ, അല്ലെങ്കിൽ കെട്ടിടം എന്ന് നമുക്ക് പറയാൻ വയ്യ, എന്താണ് ഇഷ്ടിക പിന്നെ കൊണ്ട് ഉണ്ടാക്കിയെടുത്ത് അവർക്ക് താമസിക്കാനുള്ള ആ സ്ഥലം കണ്ട അറിയില്ലേ ഇതൊന്നും എന്തല്ല എന്ന്. നിൽപ്പ ഒറ്റയ്ക്ക് ഉണ്ടാക്കിയിട്ടുള്ളതല്ലാന്ന്. അതാണ് നേരത്തെ എമണ്ടൻ വാറു പറഞ്ഞ അയാളുടെ അപ്പാപ്പൻ ചുമ്മാറിന്റെ പേരിലുള്ളതാണ് ഈ 8 മുറിയും ഈ കുടിയൊക്കെ എന്ന് പറയുന്നത്. ഇത്രയും കാലം ഇല്ലാത്തൊരു ചുമ്മാരിപ്പ എവിടെന്നാ പൊട്ടി വീണേ, എന്തൂട്ട അതിശയാണ്ടപ്പാ ഇത്, എന്തൊരു അതിശയാണ്. ഇങ്ങനെയാണ് അല്ലേ മുതലാളിമാരൊക്കെ വരുന്നതും കാര്യങ്ങൾ തീരുമാനിക്കുന്നതും രേഖകൾ ഉണ്ടാക്കുന്നതും എന്നൊക്കെ അമ്മാമ്മ അവിടെ ഇരുന്ന് ആ ചായ്പിലിരുന്ന് അങ്ങനെ പറയാണ്. അമ്മാമ്മയ്ക്ക് ചുറ്റുമാണ് ആനയും അവിടെയുള്ള ആളുകളൊക്കെ ഉള്ളത്. കൊക്കാഞ്ചിറയുടെ ചരിത്രം അറിയുന്നവരുടെ കൂട്ടത്തിൽ ഏറ്റവും ഓർമ്മശക്തിയുള്ളത് അമ്മാമ്മയ്ക്കായിരുന്നു.
കാരണം ഒരുപാട് അനുഭവങ്ങളിലൂടെ കടന്നു പോന്നതാണ് ആനിയുടെ അമ്മാമ. അതുകൊണ്ട് ഏറ്റവും ഓർമ്മശക്തിയുള്ളത് അമ്മാമയ്ക്കാണ്. മറിയഞ്ചേടത്തിയ പറഞ്ഞ കടക്ക് വ്യത്യാസം ഉണ്ടാവില്ല. അതൊക്കെ നമ്മൾ പറയില്ലേ, ഒരു വ്യത്യാസം എന്താണ്, മറിയഞ്ചേടത്തി പറഞ്ഞ അതിന് ഒരു വ്യത്യാസവും ഇല്ല എന്നുള്ളതാണ്. അതുകൊണ്ട് 8 മുറിക്കാരുടേത് തന്നെ എന്ന് അവർ ഒന്നുകൂടി ഉറപ്പിച്ചു. പിന്നെ അതിലൊരു മറ്റൊരു അഭിപ്രായമില്ല. അതുകൊണ്ട് അവർ അവിടെ കൂടിയിരിക്കുന്ന എല്ലാവർക്കും അറിയാം എന്ത്, മറിയഞ്ചേടത്തി പറഞ്ഞതിൽ പിന്നെ ഒരു അണുക്കിട്ട വ്യത്യാസമില്ല എന്ന്. നമുക്ക് രേഖയൊന്നും വേണ്ട, മറിയഞ്ചേടത്തിയാ പറഞ്ഞാൽ മതി. അവരുടെ അഭിപ്രായം എന്താണ്, മറിയഞ്ചേടത്തി പറഞ്ഞാൽ പിന്നെ ഒരു രേഖയുടെയും ആവശ്യമില്ല എന്നുള്ളതാണ്. അമ്മാമ്മ ചിരിച്ചു, വളരെ സന്തോഷമായി അവർക്ക്. ആനി അഭിമാനത്തോടെ അമ്മാമ്മയെ ചാരി നിന്നു. 8 വയസ്സുകാരി കുട്ടിയാണല്ലോ അല്ലെ. അപ്പോൾ അവൾ എന്താണ്, തന്റെ അമ്മാമ്മ പറഞ്ഞത് പൂർണ്ണമായും എല്ലാവരും ആ അഭിപ്രായത്തോട് യോജിക്കുന്നു എന്നുള്ള ഒരു സന്തോഷം, അഭിമാനം അവളുടെ ഉള്ളിലുണ്ടായി. 8 മുറിക്കാരും കൊക്കാഞ്ചിറക്കാരും അമ്മാമ്മയുടെ വാക്കിന് വില കൽപ്പിക്കുന്നു. യമണ്ടൻ വാറുവിനെ ഓടിപ്പിക്കാനുള്ള ശക്തി അമ്മാമ്മയുടെ വാക്കുകൾക്കുണ്ട് എന്ന് ആനിക്ക് തോന്നുകയാണ്. ആ കുട്ടിയുടെ മനസ്സിലുള്ള ഒരു തോന്നലാണ്. അമ്മാമ്മ പറഞ്ഞു, എന്നാലും ഇപ്പറയണ ചുമ്മാരും പത്രോസും തമ്മിൽ വല്ല എഴുത്തുകുത്തും ഉണ്ടായിട്ടുണ്ടോന്ന് നോക്കിക്കാട്ടാ. നിന്റോടെ വല്ല രേഖയുണ്ടാ എന്ന് ചോദിക്കുകയാണ്. ചുമ്മാരും പത്രോസും തമ്മിൽ വല്ല എഴുത്തുകുത്തും ഒക്കെ ഉണ്ടായിരുന്നോ, ഒന്ന് നോക്കണം, എന്റെ വീട്ടിലത് ഉണ്ടോന്ന് നോക്കണം. നേരുകാരൻ എറപ്പായി കൈമലർത്തി. നേരുകാരൻ എറപ്പായി എന്താണ്, അദ്ദേഹം കൈമലർത്തി, അങ്ങനെയൊന്നും ഇല്ല എന്നുള്ള ഭാവത്തില്. പഴയ മുണ്ടും പെട്ടിയിൽ ചില പ്രാർത്ഥനാ പുസ്തകങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അവിടെ എന്താണ് അമ്മാമ്മയെ കാണാൻ കഴിഞ്ഞത്, ചില പ്രാർത്ഥനാ പുസ്തകങ്ങളാണ്. പുത്തൻ ബാനയുടെയും വണക്കമാസ പുസ്തകത്തിന്റെയും ഉള്ളിൽ നിന്ന് ഒന്നും കിട്ടിയില്ല. ഞാനിതൊക്കെ അന്ന് യമണ്ടൻ വാറു വന്ന് ഇങ്ങനെ പറഞ്ഞപ്പോ തന്നെ എന്ത് ചെയ്തു, അത്തരം കാര്യങ്ങളൊക്കെ ഉണ്ടോ എന്ന് നോക്കിയതാണ്. പക്ഷെ അവിടെ ഒന്നുമില്ല. അവിടെ ആകെ ഉള്ളത് പിന്നെ മാസം എഴുതുന്ന കണക്ക് പുസ്തകങ്ങളും അല്ലെങ്കിൽ പുത്തൻ ബാനയുടെയും ഒക്കെ ഉള്ളിൽ ഒന്നും ഇത്തരത്തിലുള്ള ഒരു രേഖകളും കണ്ടിട്ടില്ല. രൂപക്കൂടിന്റെ അടുത്ത് കമ്പിയിൽ കോർത്തിട്ടിരിക്കുന്ന കരി പിടിച്ച കുറെ പഴയ കടലാസുകളാണ് പിന്നെയുള്ള രേഖകൾ. മരിച്ചറിയിപ്പുകൾ, മാമോദിസ കണക്കുകൾ, പഴയ ചില എഴുത്തുകൾ, കഷായത്തിന്റെ കുറിപ്പടികൾ, 1-2 മേൽവിലാസങ്ങൾ, ചില രസീതുകൾ, സ്നേഹസീമയുടെ നോട്ടീസ്, ഇത്രയുമായിരുന്നു കമ്പിയിൽ കോർത്തിട്ടിരുന്ന രേഖകൾ. നമ്മൾ പഴയ കാലഘട്ടത്തിലേക്ക് പോവുകയാണെങ്കിൽ പഴയ ഇതുപോലെയുള്ള വീടുകളിലൊക്കെ കാണാവുന്ന കമ്പിയിൽ കോർത്തിട്ടിരിക്കുന്ന ചില രേഖകൾ തന്നെയാണ് അല്ലേ ഇതൊക്കെ. നമ്മൾ ഈ അടുത്ത കാലം വരെ എനിക്ക് തോന്നുന്നത് എന്താണ്, കല്യാണ കത്തുകളൊക്കെ അങ്ങനെ ആ ഒരു ചിന്തയിലേക്ക് നമ്മളെ കൊണ്ടുപോവുകയാണ്. അതുകൊണ്ടായില്ലല്ലോ യമണ്ടൻ വാറു 8 മുറിക്കാർക്ക് നോട്ടീസ് കൊടുത്തു. 2 ആഴ്ചയ്ക്കുള്ളിൽ 8 മുറി പൊളിക്കാൻ പോവുകയാണ്. വാടകക്കാർ എത്രയും വേഗം സ്ഥലം ഒഴിഞ്ഞു തരണം അല്ലെ. ഇപ്പൊ അവരെ എന്താക്കി, യമണ്ടൻ വാറു എന്താ പറഞ്ഞത്, വാടകയ്ക്ക് താമസിക്കുന്നവര് ഞങ്ങൾ പറഞ്ഞ സമയത്ത് തന്നെ എന്ത് ചെയ്യണം, ഇവിടെ നിന്ന് ഒഴിഞ്ഞു പോണം. 1 ആഴ്ച സമയം കൊടുത്തിട്ടുണ്ട്. വാടകക്കാരാ, എന്തൂട്ടിന് ഇയാള് പറയണേ, നമ്മൾ ആരുടെയും വാടകക്കാരും ഒന്നും അല്ല, നമ്മൾ ആർക്കേലും വാടക കൊടുക്കണ്ടാ ഉണ്ടാ. അവരോട് ചോദിക്കുക. അമ്മാമ്മയുടെ അപ്പോഴുണ്ടായ ആ ഒരു അവരുടെ ഉള്ളിൽ നിന്ന് വന്ന ആ രോഷമാണ്, അതിനെ എന്താണ് പ്രതികരിക്കുകയാണ് അവര് അല്ലെ. നമ്മൾ ആർക്കെങ്കിലും, നമ്മൾ വാടകക്കാരായത് എപ്പോഴാണ് എന്ന് ചോദിക്കുക. അമ്മാമ്മയ്ക്ക് അത് കേട്ടപ്പോ വല്ലാത്ത വിഷമം തോന്നി. ഇല്ല, നമ്മൾ ആരോടും വാടക ചോദിച്ചിട്ടും ഇല്ല, ചോദിച്ചാട്ട് കൊടുക്കൂല, പിന്നെ എന്തുട്ട് വാടകക്കാരാണ്. അവർക്ക് അല്ലെ വാടക കൊടുക്കുക, നമ്മുടെ സ്വന്തമല്ലാത്തതിനാണ് നമ്മൾ പലപ്പോഴും വാടകയ്ക്ക് കൊടുക്കുന്നതും എടുക്കുന്നതും ഒക്കെ അല്ലെ. അപ്പൊ തീർച്ചയായിട്ടും എന്താണ്, അമ്മാമ്മയുടെ ആ ഒരു പ്രതിഷേധം ആ വാക്കുകളിൽ തന്നെ ഉണ്ട് അല്ലെ. പോയി പണി നോക്കാൻ പറയാ അമ്മണ്ടനോട്. ഇതിൽ വലിയ ഒന്നും ഇല്ല പറയാൻ. എന്താണ്, നമ്മൾ ഇതുവരെ ആരുടെയും വാടകക്കാരല്ല, നമ്മൾ ആർക്കും ഇതുവരെ വാടക കൊടുത്തിട്ടില്ല, പോയി പണി നോക്കാൻ പറയറാ എന്ന് പറയാണ്. 8 മുറിക്കാർ നേരം വെളുത്താൽ അന്തിയാവോളം യമണ്ടൻ വാറുവിനെ തെറി പറഞ്ഞുകൊണ്ടിരുന്നു. അവർക്ക് വേറൊന്നും ചെയ്യാനില്ല. അവരെന്ത് ചെയ്യാണ്, അവരുടെ പ്രതിഷേധം അതായിരുന്നു. എന്ത്, യമണ്ടൻ വാറുവിനെ അവർക്ക് അതിജീവിക്കണമെങ്കിൽ, യമണ്ടൻ വാറുവിനെ പോലെയുള്ള മുതലാളിമാരോട് എതിർത്ത് നിൽക്കണമെങ്കിൽ ഇതേ നിവൃത്തിയുള്ളൂ. ആ കാലഘട്ടത്തിന്റെ സാമൂഹിക പശ്ചാത്തലം അങ്ങനെയാണ്. നമ്മൾ എവിടേക്ക് പോവാനാണ്, അവന്റെ ബംഗ്ലാവിലേക്കാ. നമ്മൾ എവിടേക്കാണ് ഇവിടുന്ന് ഒഴിഞ്ഞു കൊടുത്തിട്ട് എവിടേക്കാ പോകുന്നത്, അവൻ വലിയ ബംഗ്ലാവ് ഉണ്ടാക്കിയിട്ടുണ്ട്, അവിടേക്ക് പോവാൻ പറ്റുമോ. അവർ 8 മുറിയുടെ തിണ്ണകളിൽ ബലമായി കുത്തിയിരുന്നു. ഉറപ്പിക്കുക, മനസ്സുകൊണ്ട് അവർ ഉറപ്പിക്കുകയാണ് എന്ത്, ഇത് ഞങ്ങളുടെ സ്വന്തമാണ്. അവിടെ ഒന്നുകൂടി അമർന്നിരുന്നു. 8 മുറിക്കാർ ഒഴിഞ്ഞു കൊടുക്കരുത്. 10-40 വർഷമായിട്ട് അവർ അവിടെ താമസിക്കുന്നവരാണ്. അങ്ങനെയൊന്നും അവരെ ഒഴിപ്പിക്കാൻ വകുപ്പില്ല, കുട്ടിപ്പാപ്പൻ പറഞ്ഞു. അപ്പോൾ തീർച്ചയായിട്ടും വളരെ പ്രധാനപ്പെട്ട ഒരു കഥാപാത്രമാണ്. നമ്മൾ കഥാപാത്ര നിരൂപണം നമ്മൾ അടുത്ത ഭാഗത്ത് പറയുന്ന സമയത്ത് ഈ കഥാപാത്രത്തിന്റെ പ്രത്യേകതകളെ കുറിച്ചും ഈ നോവലിൽ ഈ കഥാപാത്രത്തിലുള്ള സ്ഥാനത്തെ കുറിച്ചൊക്കെ പറയും. ഇപ്പൊ നമ്മൾ പാഠഭാഗം തുടർന്നു കൊണ്ടുപോവുകയാണ്.
എന്റെ ചത്തുപോയ അപ്പൻ കുഴിന്ന് ഏറ്റു വന്നിട്ടാ പറയണേ, ഡേ കത്തരോ 8 മുറിയാ ഒഴിഞ്ഞു കൊടുക്കറീന്ന്. എന്നാലും ഞാൻ ഒഴിഞ്ഞു കൊടുക്കില്ല പ്രാഞ്ചിയേട്ടാ. വളരെ ശക്തമായ ഒരു അഭിപ്രായമാണല്ലേ. എന്റെ മരിച്ചുപോയ അപ്പൻ കുഴിയിൽ നിന്ന് എഴുന്നേറ്റു വന്നിട്ട് എന്നോട് ഇവിടുന്ന് ഒഴിഞ്ഞു കൊടുക്കാൻ പറഞ്ഞാലും എന്ത് ചെയ്യില്ല പ്രാഞ്ചിയേട്ടാ, ഞാൻ ഒഴിഞ്ഞു കൊടുക്കില്ല എന്നാണ് പറയുന്നത്. അതായത് ഇത് ഞങ്ങളുടെ സ്വന്തം ഭൂമിയാണ്, ഞങ്ങളുടെ മണ്ണാണ്, ഞങ്ങളുടെ കുടിയാണ് എന്ന് കൊക്കാഞ്ചിറയിലെ ആ താമസിക്കുന്ന 10-70 പേരും എന്താണ് മനസ്സിൽ അവർ അടിയുറച്ച് വിശ്വസിക്കുകയാണ്. കത്തുരവിന്റെ തീരുമാനം തന്നെയായിരുന്നു എട്ട് മുറിക്കാർക്ക് മുഴുവനും. പക്ഷേ നോട്ടീസിന്റെ സമയം കഴിഞ്ഞ അന്ന് യമണ്ടൻ വാറു ആളെ കൂട്ടി വന്നു. കുരിശുമണി കൊട്ടിയ നേരത്താണ് വരവ്. വന്നവർ അകത്തേക്ക് ഇരച്ചു കയറി കണ്ടതൊക്കെ എടുത്ത് പുറത്തേക്കിട്ടു. 8 മുറിയിലെ ആണുങ്ങൾക്ക് ആർക്കും ആ നേരത്ത് കാല് നിലത്തുറയ്ക്കാറില്ല. എന്തായിരിക്കും അല്ലെ? അവര് നന്നായിട്ട് അധ്വാനിക്കുക, തോട്ടിപ്പണിയാണ് അവരുടെ പ്രധാന തൊഴില്. തൃശ്ശൂര് നമ്മുടെ സാംസ്കാരിക നഗരമാണ്. ഏറ്റവും കൂടുതൽ നാഗരികത വന്ന് ചേർന്നിട്ടുള്ള ഒരു സ്ഥലമാണ്. പക്ഷേ ഈ തോട്ടിപ്പണിക്കാരില്ലായിരുന്നു എങ്കിൽ അന്നത്തെ നഗരവാസികളുടെ ജനജീവിതം എങ്ങനെയായിരിക്കുമെന്നൊന്ന് ഓർത്തു നോക്കുക. അപ്പോൾ എന്താണ്, മാലിന്യം, വിസർജ്യ വസ്തുക്കൾ കോരിയെടുത്ത് നഗരത്തെ ഭംഗി കൂട്ടുന്ന അവരെ ആരും എന്താണ് എല്ലാവരും അകറ്റി നിർത്തുകയായിരുന്നു ചെയ്തിരുന്നത്. അപ്പൊ തീർച്ചയായിട്ടും അവരെ സംബന്ധിച്ചിടത്തോളം ചെയ്തു കഴിഞ്ഞ് ജോലിയുടെ ക്ഷീണം അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു അവസ്ഥയിൽ നിന്നും അവരെന്ത് ചെയ്യാണ്, വന്നു കഴിഞ്ഞാൽ അല്പം സേവിക്കുക അല്ലെ, സന്തോഷത്തിന് വേണ്ടിയിട്ട് അതൊരു ശീലമായി കഴിഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെ എന്താണ്, ഇതൊക്കെ തിരിച്ചറിയാവുന്ന യമണ്ടൻ വാർ കൃത്യമായ ഒരു സമയം തെരഞ്ഞെടുത്ത് അവിടേക്ക് വന്നിരിക്കുകയാണ്. ആഴുണ്ടാ വാഴുണ്ടാ എന്നും ചോദിച്ച് അവർ ആടി നിന്നു. അവർക്ക് ആ ഒരു സമയത്ത് അവരെ എന്താണ് ഇറക്കി വിടാൻ വന്ന അല്ലെങ്കിൽ സാധനങ്ങളൊക്കെ വലിച്ചെറിയാൻ വന്നവരോട് ഒന്നും പ്രതികരിക്കാൻ അവിടുത്തെ ആണുങ്ങൾക്കായില്ല. പെണ്ണുങ്ങളാണ് ചൂലും വിറകുകൊള്ളിയും കൊണ്ട് വാറുവിന്റെ ആൾക്കാരെ അടിച്ചു പുറത്താക്കാൻ നോക്കിയത്. അവിടെ സ്ത്രീ പ്രതിഷേധത്തിന്റെ ശബ്ദമാണ് അല്ലെങ്കിൽ പ്രതികരണമാണ് നമ്മൾ കേൾക്കുന്നത്. കാരണം ആണുങ്ങൾക്ക് കഴിയാത്തിടത്ത് എന്ത് ചെയ്തു, അവർക്ക് സ്വന്തം മണ്ണ് അല്ലെങ്കിൽ സ്വന്തം നാട് വിട്ടു പോകാനുള്ള അല്ലെങ്കിൽ ഒഴിഞ്ഞു കൊടുക്കാനുള്ള എന്താണ് ആ മനസ്സ് അവരെ സമ്മതിക്കില്ല. അപ്പൊ എന്താണ്, ആണുങ്ങൾക്ക് പറ്റാത്തിടത്ത് എന്ത് ചെയ്തു, പെണ്ണുങ്ങൾ പ്രതികരിച്ചു. അരിവെച്ച പാത്രങ്ങൾ മുറ്റത്തേക്കെറിഞ്ഞ് അരിയും ഉപ്പും മണ്ണെണ്ണയും ഒക്കെ കൂടി ഒന്നായി. കുട്ടികൾ വാവിട്ട് കരഞ്ഞു. ഏതോ മുറിയിൽ മണ്ണെണ്ണ ചിമ്മിനി തട്ടിമറിച്ച് തീ പിടിച്ചതോടെ 8 മുറിയില് കൂട്ട നിലവിളിയായി. ആളുകൾ ഓടിക്കൂടി തീ കെടുത്തി. വാറുവിന്റെ ആൾക്കാർ തൽക്കാലം സ്ഥലം വിട്ടു. എന്തോ മണ്ണെണ്ണ, കാരണം അത്രയൊക്കെ സൗകര്യം നിങ്ങൾക്ക് അറിയാലോ, അങ്ങനെ ഒരു കുടി വെച്ച് താമസിക്കുന്ന ആളുകൾ എല്ലാം കൂടി ഒന്നിച്ച് ചേർത്ത് വെക്കുന്നു മണ്ണെണ്ണ വിളക്ക്. ആ മണ്ണെണ്ണ വിളക്ക് കത്തിക്കുന്ന മണ്ണെണ്ണ നിറച്ചു വെച്ചിരിക്കുന്ന ഏതൊരു പാത്രം തട്ടി അവിടെയൊക്കെ തീ പിടിച്ചു. കുട്ടികളുടെ നിലവിളിയും ആകെ ബഹളമയമായി, പ്രത്യേകിച്ചും സ്ത്രീകളുടെ കരച്ചിലും ഒക്കെ കൂടിയായി. അതുകൊണ്ട് തൽക്കാലം മണ്ണെണ്ണ തട്ടിമറിഞ്ഞ് തീ പിടിച്ചത് കൊണ്ട് അവരവിടെ നിന്ന് യമണ്ടൻ വാറുവിന്റെ ആളുകൾ അവിടെ നിന്ന് ഓടി രക്ഷപ്പെട്ടു. തൽക്കാലത്തേക്ക് എന്നുള്ള ആ പ്രയോഗം മറന്നുപോണ്ട, തൽക്കാലത്തേക്കാണ്. വാറുവിന്റെ ആളുകൾ തൽക്കാലം സ്ഥലം വിട്ടു. അത് പിന്നെയും വാറുവിന്റെ ആൾക്കാർ വരുമെന്ന് പേടിച്ച് ഒരുപാട് പേർ 8 മുറിക്ക് കാവലിരുന്നു. ആനയും അമ്മാമയും ഒക്കെ പാതിരാത്രി കഴിഞ്ഞിട്ടും 8 മുറിയിൽ തന്നെ ഇരുന്നു. ആനയും അമ്മാമയും ഒക്കെ 8 മുറിയിലായിരുന്നില്ല താമസിച്ച്, അതിനോട് ചേർന്നുള്ളൊരു തൊട്ടടുത്ത പ്രദേശത്ത് തന്നെയായിരുന്നു അവര് താമസിച്ചിരുന്നത്. അന്ന് വന്നില്ലെങ്കിലും 3 ദിവസം കഴിഞ്ഞ് പിന്നെയും യമണ്ടൻ വാറുവിന്റെ അറിയിപ്പുണ്ടായി. വിട്ടുകൊടുക്കാനുള്ള ഭാവമില്ല ആർക്ക്, മുതലാളിയായ യമണ്ടൻ വാറുവിന്. അദ്ദേഹം എന്ത് ചെയ്തു, 3 ദിവസം കഴിഞ്ഞപ്പോൾ വീണ്ടും അദ്ദേഹത്തിന്റെ ആളുകൾ വന്നു. അറിയിപ്പായിട്ടാണ് വന്നത്, ഉടനെ 8 മുറി ഒഴിഞ്ഞു കൊടുക്കണം, ഒഴിഞ്ഞില്ലെങ്കിൽ പോലീസിനെ കൊണ്ടുവരും. അടുത്തത് എന്താണ്, നീതിയുടെ നിയമത്തിന്റെ രീതിയിലുള്ള ഇടപെടലുകൾ തുടങ്ങുകയാണ്. അവരെന്ത് പറഞ്ഞു, എന്ത് താക്കീതാണ്, എന്തായാലും പോലീസിൽ പരാതി കൊടുക്കും. കുട്ടിപ്പാപ്പൻ ആനിയെ കൊണ്ട് ഒരുപാട് കത്തുകൾ എഴുതിച്ചു. 8 മുറിക്കാരെ കുടിയൊഴിപ്പിക്കരുതെന്ന് എല്ലാ കത്തിലും വിനീതമായി അപേക്ഷിച്ചിരുന്നു. യമണ്ടൻ വാറുവിനും കുട്ടിപ്പാപ്പൻ കത്തെഴുതി. ആ കത്തിൽ ഒരു മൂലക്കിൽ ആനി സ്വന്തം ഇഷ്ടപ്രകാരം ഒരു തലയോടും 2 അസ്ഥി കഷ്ണങ്ങളും വരച്ചു വെച്ചു. അപ്പോൾ നമ്മൾ ഈ തലയോടും അസ്ഥി കഷ്ണങ്ങളും ഒക്കെ വെക്കുന്നത് എങ്ങനെയാണ് എന്നുള്ളത് ആ കുഞ്ഞു മനസ്സിൽ 8 വയസ്സുകാരിയുടെ മുന്നിൽ യമണ്ടൻ വാറുവിന് അയച്ച കത്തിലാണ് എന്ത്, ഈ ഒരു അടയാളം അതിൽ അവൾ സ്വന്തം ഇഷ്ടപ്രകാരം ചേർത്തത് അല്ലെ. കൊച്ചച്ഛനുള്ള കത്തിൽ ആനി പ്രത്യേകം ഈശോ മിശിഹായ്ക്ക് സ്തുതിയും വീട്ടിലെല്ലാവർക്കും പ്രത്യേകിച്ച് കുട്ടിപ്പാപ്പൻ സുഖമാണെന്ന് എഴുതി ചേർത്തു. അപ്പോ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വ്യക്തിയാണ് അതില് കൊച്ചച്ഛനുള്ള കത്തിൽ എഴുതിയിരിക്കുന്നത്. കൊച്ചച്ഛനാണ്. കൊച്ചച്ഛൻ തീരുമാനങ്ങളൊക്കെ അദ്ദേഹത്തോടു കൂടി അഭിപ്രായം ചോദിച്ചുകൊണ്ടാണ് ചെയ്യാറുള്ളത്. അപ്പൊ തീർച്ചയായിട്ടും അദ്ദേഹത്തിന്റെ കത്തിൽ അവൾ എഴുതാൻ ആഗ്രഹിച്ചിരുന്നത്, അവൾ എഴുതി ചേർക്കാൻ തീരുമാനിച്ചത് എന്താണ്, എല്ലാവർക്കും സുഖമാണ് എന്നും കുട്ടിപ്പാപ്പനും സുഖമാണെന്നൊക്കെയാണ് കത്തിൽ എഴുതിയത്.
അത് എഴുതി കഴിഞ്ഞപ്പോൾ ആനയ്ക്ക് സങ്കടം വന്നു. കാരണം വീട്ടിലെ അവസ്ഥ എങ്ങനെയാണോ, വീട്ടിലെല്ലാവർക്കും സുഖമാണോ? മുഖം പുറത്ത് കാണിക്കാതെ പോയി അഴക്കയുടെ ചോട്ടിലെ ഇരുട്ടിൽ കുറേശ്ശെ കുറേശ്ശെ അലിഞ്ഞു പോകാതെ പോയി അഴക്കയുടെ ചോട്ടിലെ ഇരുട്ടിൽ കുറേശ്ശെ കുറേശ്ശെ അലിഞ്ഞു പോകുന്ന വല്യമ്മയായി എവിടെയെന്നറിയാതെ അലഞ്ഞു തിരിയുന്ന സോനു അമ്മായിയും ബേബിയും, മിണ്ടാട്ടമേ ഇല്ലാതായ അമ്മ, ചിരിക്കാത്ത ചിന്നമ്മ, 2000 രൂപ കൊടുക്കാത്തത് കൊണ്ട് കുഞ്ഞിപ്പാല് വീട്ടിലേക്ക് വിടാത്ത ചീയമ്മ, ഓരോരോ വേദനകൾ കൊണ്ട് നോക്കി നിൽക്കെ വയസ്സാവുന്ന അമ്മാമ്മ, ആനയോട് പോലും സന്തോഷത്തോടെ മിണ്ടാറില്ലാത്ത കുട്ടിപ്പാപ്പൻ, എഴുതിയത് വെട്ടാം, ഇവിടെ ആർക്കും ഒരു സുഖവുമില്ല. ഇതാണ് ആനയുടെ വീട്ടിലെ അവസ്ഥ. കാരണം ഓരോരുത്തർക്കും ഓരോ വേദനയുടെ കഥയാണ് പറയാനുള്ളത്. അങ്ങനെയുള്ള കുടുംബം അല്ലെങ്കിൽ ആ കുഞ്ഞു മനസ്സിൽ ആഴത്തിൽ ഇറങ്ങിയിട്ടുള്ള വേദനകൾ, സങ്കടങ്ങൾ, അതൊക്കെ മനസ്സിലുണ്ടെങ്കിലും നമ്മളും അങ്ങനെ തന്നെയാണല്ലേ. ദൂരെ ഒരാൾക്ക് കത്തെഴുതുമ്പോൾ ഇവിടെയുള്ള പ്രയാസങ്ങളൊന്നും അറിയണ്ട എന്ന് കരുതി പലപ്പോഴും എഴുതുന്നതാണ്. അതും ആ കുഞ്ഞു മനസ്സിൽ വന്ന എന്താണ്, പക്ഷെ എന്തോ ഇത്തവണ അവൾക്ക് അങ്ങനെ തോന്നിയില്ല. എന്താണ് വീട്ടിലെ അവസ്ഥ? എന്താണ്? എവിടെയെന്നറിയാതെ അലഞ്ഞു തിരിയുന്ന നോനു അമ്മായിയും ബേബിയും, മിണ്ടാട്ടമേ ഇല്ലാതായ അമ്മ, ചിരിക്കാത്ത ചിന്നമ്മ, ഇവർക്കൊക്കെ ഇവരുടെയൊക്കെ കഥ നമ്മൾ സൂചിപ്പിക്കേണ്ടതുണ്ട്. തീർച്ചയായിട്ടും നമ്മൾ അടുത്ത ഭാഗത്ത് അതിനെക്കുറിച്ചൊക്കെ കൃത്യമായിട്ട് പറയും. 2000 രൂപ കൊടുക്കാത്തത് കൊണ്ട് കുഞ്ഞിപ്പാല് വീട്ടിലേക്ക് വിടാത്ത ചീയമ്മ, ഓരോരോ വേദനകൾ കൊണ്ട് നോക്കി നിൽക്കെ വയസ്സാവുന്ന അമ്മാമ്മ, അമ്മാമ്മയുടെ 5 പെൺമക്കളെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. അപ്പം അതിനെക്കുറിച്ച് നമുക്ക് വിശദീകരിക്കാം. അടുത്ത ക്ലാസ്സിൽ നമ്മൾ ഇതിൻ്റെ പഠന പ്രവർത്തനങ്ങളിലൂടെ പോകുന്ന സമയത്ത് ആ പശ്ചാത്തലത്തിൽ ഇവരെയൊക്കെ നമുക്ക് കൊണ്ടുവരേണ്ടതുണ്ട്. തീർച്ചയായിട്ടും അപ്പം നമുക്ക് ഇതിനെക്കുറിച്ച് സംസാരിക്കാം. അതുകൊണ്ട് തന്നെ വേദന തിന്നുന്ന ഒരുപാട് കഥാപാത്രങ്ങളാണ് തൻ്റെ മുന്നിലുള്ളത്, ആളുകളാണ് തൻ്റെ മുന്നിലുള്ളത്. അങ്ങനെയാണെങ്കിൽ താൻ എങ്ങനെയാണ് കൊച്ചച്ഛനുള്ള കത്തിൽ എല്ലാവർക്കും ഇവിടെ സുഖമാണ് എന്ന് എഴുതുക? അവൾ എന്ത് ചെയ്തു? ഇവിടെ കുട്ടിപ്പാപ്പൻ എഴുതിയ കത്തിൽ അവൾ എഴുതി ചേർക്കുന്നത് എന്താണ്? എഴുതിയത് വെട്ടാം, ഇവിടെ ആർക്കും ഒരു സുഖവുമില്ല എന്ന് അവൾ അവസാനം അവളുടെ മനസ്സിനെ തന്നെ ബോധ്യപ്പെടുത്തി. അവസാനത്തെ കത്ത് മാത്രം കുട്ടിപ്പാപ്പൻ സ്വന്തം കൈകൊണ്ട് എഴുതി. ഇതിന് ഏറ്റവും പ്രധാനപ്പെട്ട കത്ത് അത് കുട്ടിപ്പാപ്പൻ തന്നെയാണ് എഴുതിയത്. കുട്ടിപ്പാപ്പൻ പറഞ്ഞു. അപ്പോൾ കുട്ടിപ്പാപ്പന്റെ മുഖത്തൊരു ജീവൻ വീണു. കത്തെഴുതി കഴിഞ്ഞ് കുട്ടിപ്പാപ്പൻ ആനിക്കത് വായിക്കാൻ കൊടുത്തു. അത് ഏറ്റവും പ്രിയപ്പെട്ട AKGക്ക് എഴുതിയ കത്തായിരുന്നു. കത്തിലെ കാര്യങ്ങളിൽ അധികവും ആനിക്ക് മനസ്സിലാവാത്ത കാര്യങ്ങളായിരുന്നു. എമണ്ടൻ വാറു 8 മുറിക്കാരെ കുടിയൊഴിപ്പിക്കുകയാണെന്നും കാര്യങ്ങൾ അയാൾക്ക് അനുകൂലമായിട്ടാണ് നീങ്ങുന്നതെന്നും കുട്ടിപ്പാപ്പൻ എഴുതിയത് വായിച്ചപ്പോൾ ആനിക്ക് അത്ഭുതം തോന്നി. അപ്പോൾ അമ്മാമ്മ പറഞ്ഞ കാര്യങ്ങൾ കുട്ടിപ്പാപ്പന് വിശ്വാസമില്ലേ? ഇത്രയും നേരം അമ്മാമ്മ അഭിമാനത്തോടു കൂടി അമ്മാമ്മയുടെ അടുത്തേക്ക് ചേർന്ന് നിന്നുകൊണ്ട് അമ്മാമ്മയുടെ അഭിപ്രായങ്ങൾ സ്വീകരിച്ച് 8 മുറിക്കാരെ മുഴുവൻ നോക്കി സന്തോഷത്തോടു കൂടി അഭിമാനത്തോടു കൂടി നിന്ന ആനിക്കൊരു സംശയം ഉണ്ടായി. എന്ത്? കുട്ടിപ്പാപ്പൻ ഇപ്പൊ AKGക്ക് എഴുതിയിരിക്കുന്ന കത്തില് അമ്മാമ്മ പറഞ്ഞതിന് നേർ വിപരീതമായ അഭിപ്രായമാണ് പറയുന്നത്. എന്തു വന്നാലും എമണ്ടൻ വാറ് തോൽക്കുമെന്നാണ് ആനിക്ക് തോന്നുന്നത്. അത്രയ്ക്ക് സത്യമാണ് അമ്മാമ്മ പറയുന്ന കാര്യങ്ങൾ. കൊച്ചു മനസ്സിൽ എന്താണ്? അവൾ കണ്ട അനുഭവങ്ങളിലൂടെയും അവൾ അനുഭവിച്ച 8 മുറിക്കാരെയും അല്ലെങ്കിൽ അവളോട് ചേർന്ന് നിൽക്കുന്ന 8 മുറിക്കാരുടെയും ഒക്കെ എന്താണ് ഉള്ളിലെ വിശ്വാസം തന്നെയാണ് ആ കുഞ്ഞു മനസ്സിലും കടന്നുകൂടിയിരിക്കുന്നത്. എന്താണ്? 8 മുറി തങ്ങളുടേതാണ്, തങ്ങൾക്ക് മാത്രം അവകാശപ്പെട്ടതാണ് എന്ന ചിന്ത. അതുകൊണ്ട് അമ്മാമ്മ പറയുന്ന കാര്യങ്ങളാണ് സത്യമാണ് എന്ന് ആനിക്ക് തോന്നി. വേണ്ടി വന്നാൽ 8 മുറിയുടെ മുമ്പിൽ നിരാഹാരം തുടങ്ങാൻ താൻ തന്നെ തയ്യാറാണെന്ന് കുട്ടിപ്പാപ്പൻ എഴുതിയിരിക്കുന്നു. അങ്ങനെ നിരാഹാരം തുടങ്ങുകയാണെങ്കിൽ അത് മരണം വരെ ആയിരിക്കും. എന്നാലും 8 മുറി ഒഴിപ്പിക്കാൻ പാടില്ല. അത്തരം ഒരു സമരത്തിന് വേണ്ട ഉപദേശങ്ങൾ തരണം. അതിനാണ് കുട്ടിപ്പാപ്പൻ AKGക്ക് കത്തെഴുതുന്നത്. ജീവനേക്കാൾ സ്നേഹിച്ചതിലൊക്കെ വിശ്വാസം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണെന്നും കുട്ടിപ്പാപ്പൻ എഴുതി. ഇത്രയുമാണ് ആനിക്ക് മനസ്സിലായ കാര്യങ്ങൾ. ഇതിൽ കുട്ടിപ്പാപ്പനെ കുറിച്ച് പറയേണ്ട ഒരു പ്രധാന കാര്യം, അദ്ദേഹം വളരെ രോഗാതുരമായ ഒരവസ്ഥയിലാണ് ഇപ്പോൾ ഉള്ളത്. അദ്ദേഹം നിരാഹാരം കിടക്കുകയാണ് എങ്കിൽ മരണം വരെ താൻ നിരാഹാരം കിടക്കും. ക്ഷയരോഗബാധിതനായിട്ടുള്ള ഒരു വ്യക്തിയാണ്. അപ്പോൾ തീർച്ചയായിട്ടും അദ്ദേഹത്തിന് സംസാരിക്കാനോ അല്ലെങ്കിൽ ഒറ്റയ്ക്ക് നടന്ന് പരസഹായമില്ലാതെ നടന്നു പോവാനോ കഴിയാത്ത ഒരാളാണ്. അദ്ദേഹമാണ് 8 മുറിക്കാർക്ക് വേണ്ടി ഈ പടപൊരുതുന്നത്. ഇത്രയും സുഖമില്ലാത്ത കുട്ടിപ്പാപ്പൻ എങ്ങനെയാണ് 8 മുറിയിലെത്തുക? നേരത്തെ പറഞ്ഞത് നിങ്ങൾ ഓർക്കുന്നുണ്ടാവും. അവരതിനടുത്ത് തൊട്ടടുത്താണ് താമസിക്കുന്നത്. അപ്പൊ കുട്ടിപ്പാപ്പൻ എങ്ങനെയാണ് 8 മുറിക്കാർക്ക് വേണ്ടി നിരാഹാര സമരത്തിൽ കിടക്കാൻ പോവുക? ആനി ആലോചിച്ചു. എടുത്തുകൊണ്ടുപോയി കിടത്തേണ്ടി വരുമെന്ന് കുട്ടിപ്പാപ്പൻ പറഞ്ഞു. മരണം വരെ നിരാഹാരം എന്നതിന്റെ ഗൗരവം ആനിക്കറിയില്ലായിരുന്നു. കുട്ടിയല്ലേ, അപ്പൊ മരണം വരെ കിടക്കുക, നിരാഹാരം കിടക്കുക, അതിന്റെ അർത്ഥമൊന്നും ആനിക്ക് അന്ന് മനസ്സിലാക്കാൻ സാധിച്ചില്ല. എന്നിട്ടും മരണം വരെ എന്ന വാക്ക് വെട്ടട്ടെ എന്നവൾ ചോദിച്ചു. കുട്ടിപ്പാപ്പൻ
ചിരിച്ചു. ആ ചിരിയുടെ അർത്ഥം അറിയാവുന്നത് കൊണ്ട് ആനി സങ്കടപ്പെട്ടു. അവൾ എല്ലാ കത്തുകളുടെയും ഒരു അരികിൽ എഴുതി ചേർത്തു. 8 മുറിയുടെ മുന്നിൽ കുട്ടിപ്പാപ്പൻ മരണം വരെ നിരാഹാരം കിടക്കാൻ പോവുകയാണ്. അപ്പൊ അവള് എന്തോ പ്രയാസമുണ്ട് തൻ്റെ കുട്ടിപ്പാപ്പൻ പറയുന്ന കാര്യങ്ങളിൽ. നേരത്തെ അമ്മാമ്മ പറഞ്ഞ കാര്യങ്ങളിൽ നിന്നും തികച്ചും വ്യത്യസ്തമായിട്ടാണ് സംഗതികളിലേക്ക് പോകുന്നത് എന്ന് മനസ്സിലായ ആനിക്ക് എവിടേക്കോ ഒരു സങ്കടമുണ്ടായി. ആനിയുടെ കത്ത് കിട്ടിയതും കൊച്ചച്ഛൻ വന്നു. കൊച്ചച്ഛൻ വർഷങ്ങൾക്ക് ശേഷം വരികയാണ്. ഇതിനിടയ്ക്കൊരു ദിവസം കുട്ടിപ്പാപ്പനെ വെല്ലൂർക്ക് കൊണ്ടുപോകാൻ വരട്ടെ എന്ന് ചോദിച്ചുകൊണ്ട് കൊച്ചച്ഛൻ എഴുതിയിരുന്നു. ചികിത്സയ്ക്ക് വേണ്ടിയിട്ടാണ്. വേണ്ടെന്ന് കുട്ടിപ്പാപ്പൻ എഴുതിയത് കൊണ്ട് വരാത്തതാണ്. കൊച്ചച്ഛൻ ഇപ്പോൾ കൊച്ചച്ഛനല്ല, വികാരി അച്ഛനാണ്. കൊച്ചച്ഛൻ ആകെ മാറിപ്പോയിരിക്കുന്നു. മെലിഞ്ഞു നീണ്ട ഒരാൾ, മുഖത്തെ എല്ലുകൾ പൊന്തി നിൽക്കുന്നു, താടിയും മുടിയും നരച്ചിരിക്കുന്നു. കൊച്ചച്ഛൻ ചിരിക്കുമ്പോൾ മാത്രമാണ് അത് കൊച്ചച്ഛനാണെന്ന് അറിയുക. കാരണം കുറച്ചു കാലം മുന്നേ അവൾ കണ്ടതാണ്. അപ്പോൾ മൊത്തത്തിൽ എന്താണ്, ഒരു മാറ്റം വന്നിട്ടുണ്ട് തൻ്റെ കൊച്ചച്ഛന്. അദ്ദേഹം ഇപ്പോൾ തികച്ചും വ്യത്യസ്തനായ ഒരു വ്യക്തിത്വം ആയി തീർന്നിരിക്കുന്നു. അദ്ദേഹം വികാരി അച്ഛനാണ്. കൊച്ചച്ഛൻ വാതിൽ മുട്ടിയപ്പോൾ വാതിൽ തുറന്നു കൊടുത്തത് ആനിയാണ്. ആനിയെ കണ്ടതും കൊച്ചച്ഛൻ അത്ഭുതപ്പെട്ടു നിന്നു. ഈശോ മിശിഹായിയെ എന്ന് പറഞ്ഞുകൊണ്ട് കൊച്ചച്ഛൻ ആനിയുടെ തലയിൽ അനുഗ്രഹിച്ചുകൊണ്ടാണ് ആനിയുടെ തലയിൽ കൈവച്ചത്. കൊച്ചച്ഛൻ അവളുടെ കൈ പിടിച്ചു നോക്കി, താടി പിടിച്ചുയർത്തി, മുഖത്ത് ഉറ്റുനോക്കി. അപ്പോൾ കുറച്ചു കാലം കാണാതിരുന്ന ആ രണ്ടുപേര് തമ്മിലുള്ള സ്നേഹം ആണ് നമ്മൾ കാണുന്നത്. ആനിയല്ലേ? സ്വപ്നത്തിൽ ചോദിക്കുന്നത് പോലെ ഇഴഞ്ഞ ഒച്ചയിലാണ് കൊച്ചച്ഛൻ ചോദിച്ചത്. ആനി ചിരിച്ചു. അവളുടെ ചിരിയും കൊച്ചച്ഛനെ വിശ്വസിക്കാനായില്ല. കുട്ടിപ്പാപ്പന്റെ മുറിയിലേക്ക് കടക്കുമ്പോഴും കൊച്ചച്ഛൻ ആനിയെ തിരിഞ്ഞു നോക്കി. വാതിലിന്റെ പാതിയിൽ ചാരി അവൾ നിന്നു, അമരയിലകളുടെ അസാധാരണമായ പച്ചപ്രകാശത്തിൽ തിളങ്ങിക്കൊണ്ട്. കൊച്ചുകുട്ടിയാണ് അല്ലെ? അപ്പോ എന്തായാലും നിഷ്കളങ്കതയുടെ ഉള്ളിലേക്ക് എവിടെയൊക്കെയോ കുറെ സങ്കടങ്ങൾ വന്നിട്ടുണ്ട്. അപ്പൊ കൊച്ചച്ഛൻ വരുന്നതോടുകൂടി എന്താണ്, ഇവിടെ പ്രശ്നങ്ങൾക്ക് എന്തെങ്കിലും ഒരു മാറ്റം ഉണ്ടാവും, അല്ലെങ്കിൽ അവരനുഭവിക്കുന്ന പ്രയാസങ്ങൾക്ക് ഒരു മാറ്റം ഉണ്ടാവും എന്നുള്ള തെളിച്ചമായിരിക്കാം ഒരു പക്ഷേ ആനിയുടെ മുഖത്ത് നമ്മൾ കണ്ടിട്ടുള്ളത്. ഇപ്പോൾ നിങ്ങളോടൊരു അഭിപ്രായം ചോദിക്കുകയാണ്. ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലെ? ഇപ്പൊ നമ്മള് ഒരിക്കൽ കൂടി പറയുകയാണ്, നമ്മുടെ റെസൊണൻസ് ദ സ്റ്റഡി സ്പോട്ടിന്റെ എല്ലാ ക്ലാസ്സുകളും നിങ്ങൾ കാണണം. അഭിപ്രായങ്ങൾ, വിലയേറിയ അഭിപ്രായങ്ങൾ നിങ്ങൾ പറയണം. നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. കുട്ടിപ്പാപ്പൻ നിരാഹാരം തുടങ്ങരുതെന്ന് കൊച്ചച്ഛൻ ഉപദേശിച്ചു. പകരം കൊച്ചച്ഛൻ നിരാഹാരം കിടക്കും. AKGയുടെ കത്ത് വരട്ടെ, കുട്ടിപ്പാപ്പൻ പറഞ്ഞു. ഈ കുട്ടിപ്പാപ്പൻ എന്താണ് ഇങ്ങനെ ഒരു AKG പ്രാന്ത്? കുഞ്ഞായതുകൊണ്ട് AKG ആരാണെന്നോ സ്വാതന്ത്ര്യ സമരത്തെക്കുറിച്ചോ നമ്മൾ നേടിയെടുത്ത ആ വലിയൊരു മാധുര്യത്തെക്കുറിച്ചോ ഒന്നും ഒരുപക്ഷെ അന്നത്തെ 8 വയസ്സുകാരി ആനിക്ക് അറിയുകയില്ല. അതുകൊണ്ട് തന്നെ എന്തൊരു പ്രാന്താണ് AKG പ്രാന്ത്, എന്താണ്, എന്തിനും ഏതിനും അഭിപ്രായം തേടുന്നത് ആരോടാണ്? AKGയോടാണ്. അപ്പൊ കത്ത് വരട്ടെ എന്നാണ് പറയുന്നത്. ആനിക്കാണെങ്കിൽ ഹാഫ് മീശയുടെ കാര്യത്തിലല്ലാതെ ഒന്നിലും AKG അറിയില്ല. AKGയുടെ ചിത്രം കാണുമ്പോൾ അറിയാലോ അല്ലെ? ആ ഹാഫ് മീശ, അതാണ് AKGക്ക് അവള് കണ്ടിട്ടുള്ള ഒരു അടയാളം. അമരാവതി സമരത്തിൽ പട്ടം താണപ്പിള്ള എന്താ ചോദിച്ചേ? കുട്ടിപ്പാപ്പൻ ആനിയോട് ചോദിച്ചു. ആനിക്കൊന്നും അറിയില്ലല്ലോ. അവൾ വെറുതെ നിന്നു. കുട്ടിപ്പാപ്പനും കൊച്ചച്ഛനും നിരാഹാരത്തെ പറ്റി ഒരുപാട് നേരം തർക്കിച്ചുകൊണ്ടിരുന്നു. ഒറ്റയാൾ നിരാഹാരം സമരം ഒരു പാഴ്വേലയാണെന്ന് കൊച്ചച്ഛൻ പറഞ്ഞു. ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയുടെ പിന്തുണയോടുകൂടി മാത്രമേ നിരാഹാര സമരം വിജയിക്കൂ. വളരെ എന്താ പറയാ, വിലയേറിയ എന്ന് പറയാം നമുക്ക്. വളരെ പ്രാധാന്യമുള്ള ചർച്ചയാണ് അവിടെ നടക്കുന്നത് എന്ന് എനിക്ക് മനസ്സിലായി അല്ലെ? നിരാഹാര സമരത്തെക്കുറിച്ചും രാഷ്ട്രീയ പിന്തുണയോടുകൂടിയുള്ള സമരമാണെങ്കിലേ വിജയിക്കുകയുള്ളൂ എന്ന് അവർ തമ്മിലുള്ള, കൊച്ചച്ഛനും കുട്ടിപ്പാപ്പനും തമ്മിലുള്ള സംസാരത്തിൽ നിന്ന് അവൾക്ക് ബോധ്യപ്പെട്ടു. അനേകം നാളുകൾക്ക് ശേഷം കുട്ടിപ്പാപ്പന്റെ കണ്ണുകൾ രത്നം പോലെ തിളങ്ങി തുടങ്ങി. പ്രതീക്ഷയാണ് അവിടെ കാണുന്നത്. കുട്ടിപ്പാപ്പന്റെ കൊപ്പിയെഴുത്ത് ഭാഷ തിരിച്ചു വന്നു. അവിടെ താങ്കൾക്ക് തെറ്റുപറ്റുന്നു. മുഖം വടിക്കുമ്പോൾ വന്നൊരാലോചനയല്ല ഗാന്ധിക്ക് നിരാഹാരം. അതായത് കൊച്ചച്ഛനോട് പറഞ്ഞു കൊടുക്കുകയാണ്, ഗാന്ധിജിക്ക് ഒരു നിമിഷം കൊണ്ട് മുഖം വടിക്കുമ്പോൾ ഉണ്ടായതല്ല നിരാഹാര സമരത്തെക്കുറിച്ചുള്ള ആലോചിച്ചെടുത്ത ഒരു തീരുമാനമാണെന്ന് പറയുന്നു. മുന്നും പിന്നും നോക്കാതെ ഒരു എടുത്തുചാട്ടമായിരുന്നില്ല AKGക്ക് അമരാവതി സമരം. ഈ സമരത്തിന് മുന്നിട്ടിറങ്ങിയ നേതാക്കളൊന്നും ഒരു നിമിഷം കൊണ്ടെടുത്ത തീരുമാനമല്ല. അതുപോലെ തന്നെയാണ് ഇവിടെ കുട്ടിപ്പാപ്പനെടുത്തുള്ള തീരുമാനം. രോഗശൈലി കിടക്കുമ്പോഴും 8 മുറിക്കാർക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യണം, അതിനെതിരെ എമണ്ടൻ വാറുവിനെ പോലെയുള്ള മുതലാളിമാർക്കെതിരെ തനിക്ക് പ്രതികരിക്കണം എന്നുള്ളത് പെട്ടെന്നുണ്ടായ ഒരു തീരുമാനമല്ല എന്ന് പറയാം. അനീതിയോടുള്ള പോരാട്ടത്തിൽ ചിലപ്പോൾ ഒറ്റയാൾ സമരങ്ങളും പ്രധാനമാണ്. ഒരു പക്ഷെ എനിക്ക് തോന്നുന്നു കൊച്ചച്ഛൻ ഈ രോഗം ഇത്രയധികമുള്ള, അല്ലെങ്കിൽ രോഗാവസ്ഥയിലുള്ള കുട്ടിപ്പാപ്പൻ ഒറ്റയ്ക്ക് നിരാഹാര സമരം അല്ലെങ്കിൽ സമരത്തിലേക്ക് ഇറങ്ങുന്നതിന് ഒരു പക്ഷെ തടയിടാനായിരിക്കാം അദ്ദേഹം എന്ത് ചെയ്ത്, സഹോദരനോടുള്ള സ്നേഹം കൊണ്ടായിരിക്കാം എന്ത് ചെയ്തിട്ടുണ്ടാവുക, അങ്ങനെ പറഞ്ഞിട്ടുണ്ടാവുക. പിന്നെ
അനീതിയോടുള്ള പോരാട്ടത്തിൽ അപ്പൊ അതിനുള്ള കൊച്ചച്ഛന്റെ അല്ല കുട്ടിപ്പാപ്പന്റെ മറുപടി എന്താണ്? അനീതിയോടുള്ള സമരമാണെങ്കിലും ഒറ്റയാൾ പോരാട്ടമാണെങ്കിലും പ്രശ്നമില്ല എന്നുള്ളതാണ്. ഇത് വിഡ്ഢിത്തമാണ് ഫ്രാൻസിസ്. യമണ്ടന്മാരെ നീക്കം ചെയ്യാൻ ശ്രമിക്കുന്ന വിഡ്ഢിയായ രോഗിയാണ് നീ ഫ്രാൻസിസ്. നീ എന്താണ് പിന്നെ ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്ന എന്താണ്? യമണ്ടന്മാരെന്ന് പറഞ്ഞാൽ മുതലാളിമാരാണ്. ധാരാളം പുറത്ത് അധികാരവർഗത്തിന്റെ സ്വാധീനമുള്ള സാമ്പത്തിക സ്ഥിതിയുള്ള ആളുകളാണ് ആര്? മുതലാളിമാരാണ് യമണ്ടൻ വാറുവിനെ പോലെയുള്ളവര്. അവരോട് നീ എന്ത് ചെയ്യണത്? ഒറ്റയ്ക്ക് നിന്ന് ഇങ്ങനെ പൊരുതാൻ പോകുന്നത് ആ ഒരു ശ്രമം തന്നെ എന്താണ്? ഒരു പാഴ്വേലയാണ് ഫ്രാൻസിസ് എന്ന് പറയുകയാണ്. നിന്നെ വെല്ലൂരിലേക്ക് പോകണമെന്ന് മാത്രമാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. നിന്റെ രോഗത്തിനൊരു ശമനം കിട്ടാൻ എന്നെ വെല്ലൂരിലേക്ക് കൊണ്ടുപോകണം. അതിനാണ് എന്റെ ആഗ്രഹം. ഞാൻ വന്നിട്ടുള്ളതും അതിനാണ്. താങ്കൾ എനിക്ക് വേണ്ടി ചെയ്യേണ്ട സഹായം എന്റെ കട്ടിൽ 8 മുറിയുടെ വാതിക്കൽ എത്തിക്കുക എന്നുള്ളതാണ്. അവിടെ അദ്ദേഹം ഫ്രാൻസിസ് എന്താണ് പറയുന്നത്? ഫ്രാൻസിസ് ആരാണ്? കുട്ടിപ്പാപ്പനാണ് കേട്ടോ. അപ്പൊ കുട്ടിപ്പാപ്പൻ എന്താ പറയുന്നത്? താങ്കൾ എനിക്ക് വെല്ലൂരിക്കൊന്നും കൊണ്ടുപോകണ്ട, എന്റെ ഈ കട്ടിലും എന്നെയും കൂടി എടുത്തിട്ട് എവിടെ കൊണ്ടുവയ്ക്കണം? 8 മുറിയുടെ വാതിൽക്കൽ വരെ ഒന്ന് എത്തിക്കണം എന്നാണ്. കുട്ടിപ്പാപ്പൻ ചിരിച്ചു. അപ്പോൾ കുട്ടിപ്പാപ്പന്റെ മുഖത്ത് രോഗവും ക്ഷീണവും ഉണ്ടായിരുന്നു. കുട്ടിപ്പാപ്പന്റെ താടിയും മുടിയും നരച്ചിരുന്നു. നരച്ച 2 ആളുകൾക്കും അവരുടെ അച്ചടി വാക്കുകൾക്കും നടുവിൽ ശ്വാസം മുട്ടി ആനി നിന്നു. പൊതുവെ അച്ചടി വാക്കുകൾ അവൾക്ക് ഇഷ്ടമായിരുന്നില്ല. അവ പറയാൻ കൈകെട്ടി ശ്വാസം പിടിച്ചു നിൽക്കണമെന്നാണ് ആനിയുടെ തോന്നൽ. അവൾ പുറത്തു കിടന്നു. അവൾക്കൊരു ശ്വാസം മുട്ടലാണ്. കാരണം എന്താണ്? ഇത്ര നേരം അമ്മാമ്മയുടെ കൂടെ നിന്ന് 8 മുറിക്കാരുടെ മുഴുവൻ ഇടയിലിരുന്ന് അവരുടെ ആ തൃശ്ശൂർ ഭാഷയിലൂടെ അവരവരുടെ ആശയ സംവേദനം നടത്തിയ സമയത്ത്, അല്ലെങ്കിൽ അവരുടെ എന്താ പറയാ ആ 8 മുറി പിടിച്ചെടുക്കാനുള്ള അവരുടെ ആഗ്രഹങ്ങളൊക്കെ പങ്കുവെച്ചപ്പോൾ ആനിക്ക് വളരെ സന്തോഷമായിരുന്നു. ഇവിടെ എന്താണ്? നീതിയുടെയും അധികാരത്തിന്റെയും ഒക്കെ ഭാഷ ഉപയോഗിച്ചുകൊണ്ട് കൊച്ചച്ഛനും കുട്ടിപ്പാപ്പനും കൂടി സംസാരിക്കുമ്പോൾ ആനിക്ക് ശ്വാസം മുട്ടുന്നത് പോലെയാണ് തോന്നിയിട്ടുള്ളത്. അവിടെ നിന്ന് അവൾ എന്താണ്? പുറത്തു കിടന്നു. ദാരണ്ടിക്കിടാവേ ഈ AKG, മനുഷ്യനൊരു കിടക്കപ്പുറതി ഇല്ലാണ്ട് ആയില്ലോ, അമ്മാമ്മ പറഞ്ഞു. ആനി അമ്മാമ്മയ്ക്ക് AKGയുടെ പടം കാട്ടിക്കൊടുത്തു. അമ്മാമ്മ എന്താണ്? അമ്മാമ്മയെ ചോദിക്കുകയാണ്, ആരണ്ടി കൊച്ചേ ഈ AKG? ആരാണ് കിടാവേ കുട്ടി ഈ AKG? മനുഷ്യനൊരു കിടക്കപ്പുറതി ഇല്ലാണ്ടായിട്ടുണ്ട് ഈ AKGയെ കുറിച്ച് കേട്ടിട്ട്. കുട്ടിപ്പാപ്പന് നിരാഹാരം കിടക്കാൻ പറ്റിയില്ല. അതിനു മുമ്പ് 8 മുറി പൊളിക്കാൻ തീരുമാനമായി. അതൊരു ഒത്തുതീർപ്പായിരുന്നു. പള്ളിയിൽ വെച്ചാണ് ഒത്തുതീർപ്പുണ്ടായത്. യമണ്ടൻ വാറു അച്ഛനെ പോയി കണ്ടു. അച്ഛനും കൈക്കാന്മാരും കൂടി 8 മുറിക്കാരെ പള്ളിയിലേക്ക് വിളിപ്പിച്ചു. രണ്ട് കരാറിന്മേലാണ് വിളിപ്പിച്ചത്. 1, മര്യാദക്കാരോട് സംസാരിക്കാനുള്ളതാണ്, കുടിച്ചിട്ട് ചെല്ലരുത്. 2, ആണുങ്ങൾ സംസാരിക്കുന്നിടത്ത് പെണ്ണുങ്ങൾ ചെല്ലരുത്. കുട്ടിപ്പാപ്പൻ നിരാഹാര സമരം കിടക്കുന്നതിന് മുൻപേ തന്നെ എന്താണ് ആ കാലഘട്ടത്തില് അന്ന് പള്ളിയിൽ വെച്ചാണ് പല കാര്യങ്ങൾക്കും ഒത്തുതീർപ്പുണ്ടാവുന്നത്. യമണ്ടൻ വാറു അതിനുള്ള എല്ലാ തീരുമാനങ്ങളും ആക്കിക്കൊണ്ട് എന്ത് ചെയ്തു? പള്ളിയിൽ വെച്ച് പിന്നെ അച്ഛൻ എന്താണ് ഇവരെ 2 കൂട്ടരെയും കൂടി മധ്യസ്ഥം പറയുന്നതിന് വേണ്ടി പള്ളിയിലേക്ക് ക്ഷണിച്ചു. ഒരു കരാർ പ്രകാരമാണ് 8 മുറിക്കാരെ പള്ളിയിലേക്ക് വിളിപ്പിച്ചത്. എന്താണ്? 2 കരാറാണുള്ളത്. ഒന്ന് ഏതാണ്? മര്യാദക്കാരോട് സംസാരിക്കാനുള്ളത്. മര്യാദയായിട്ട് പൊതുവെ അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഇവരിപ്പം അമര്യാദക്കാരായിട്ടാണ് കാണുന്നത്. മര്യാദക്കാരോട് സംസാരിക്കാനുള്ളതാണ്. കുടിച്ചിട്ട് ചെല്ലാൻ പാടില്ല. നേരത്തെ നമ്മൾ കണ്ടല്ലോ അല്ലെ, യമണ്ടൻ വാറുവിന്റെ ആളുകള് അവരെ ഉപദ്രവിക്കാൻ വേണ്ടി അവിടെയുള്ള പാത്രങ്ങളൊക്കെ എടുത്ത് വലിച്ചെറിഞ്ഞപ്പോ ഇവരുടെ ഒരു അവസ്ഥ എന്താണെന്ന് അറിയില്ലേ? ആഴാണ്ടു എന്ന് ചോദിക്കുന്ന ഒരു അവസ്ഥയാണ്. ആരാണ് ഇവിടെ വന്നിട്ടുള്ളത് ഉള്ള ഒരു അവസ്ഥയാണ് അവിടുത്തെ ആണുങ്ങൾക്ക്. അപ്പൊ കുടിച്ചിട്ട് ചെല്ലാൻ പാടില്ല. പള്ളിയിലേക്കാണ് അല്ലെ, ആരാധനാ സ്ഥലത്തേക്കാണ് ചെല്ലുന്നത്, അവിടെ പോകാൻ പാടില്ല. 2, ആണുങ്ങൾ സംസാരിക്കുന്നിടത്ത് പെണ്ണുങ്ങൾ ചെല്ലരുത്. യമണ്ടൻ വാറുവിന് അല്ലെങ്കിൽ അവർക്ക് നല്ല ബോധ്യം ഉണ്ടായിരിക്കും എന്ത്, ഒരുപക്ഷെ ആണുങ്ങൾക്ക് കഴിയാത്തത് അല്ലെങ്കിൽ ആണുങ്ങൾ ചെല്ലുന്നിടത്ത് പെണ്ണുങ്ങൾ ചെന്നാൽ അവരവരുടെ വേദനകളും ഒക്കെ പ്രതികരിക്കാൻ കഴിവുള്ള പെണ്ണുങ്ങളായിരിക്കുമെന്ന് തോന്നിയത് കൊണ്ടായിരിക്കാം. ഇത് നമ്മളെ ഒപ്പിക്കാനാണ് മോളെ, അതായത് നമ്മളെ ആകെ കൂടി ബുദ്ധിമുട്ടിക്കാനാണ്. പെണ്ണുങ്ങൾ തമ്മിൽ പറഞ്ഞു, നമ്മളാ പോയ മോത്താം നോക്കി വർത്താനാ പറയില്ലേ, അതാ പാടില്ല. അതാണ് യമണ്ടന്റെ സൂത്രം. അത് തന്നെയാണ് സത്യം. എന്താണ്? നമ്മൾ അങ്ങോട്ട് ചെന്നിട്ടുണ്ടെങ്കിൽ എന്താണ്? യമണ്ടന്റെ മോത്ത് നോക്കി 4 വർത്താനം പറയും. അത് അങ്ങോട്ട് ഒഴിപ്പിക്കാനാണ് ഈ ഒരു കരാർ ഉണ്ടാക്കിയതെന്ന് അവിടുത്തെ പെണ്ണുങ്ങള് പരസ്പരം പറയാണ്. നമ്മടെ പിശാശുക്കളാണുങ്ങളെ, കുടിക്കാണ്ട പോയ ഒരെണ്ണം തൊള്ളയാ തുറക്കില്ല. എന്താണ്? നമ്മടെ പിശാശുക്കളായിട്ടുള്ള ആണുങ്ങള് കുടിക്കാണ്ട പോയ അവർക്ക് ആരോടും ഒന്നും സംസാരിക്കാൻ കഴിയില്ല, വായ തുറക്കൂല. നമ്മള് എന്തുട്ടണ്ടി അപ്പയാ ചെയ്യ, നമ്മളിനി എന്തുട്ടാ ചെയ്യ, എന്താ നമ്മൾ ഇതിനെതിരെ ചെയ്യേണ്ടത്? അവരുടെ ആണുങ്ങളുടെ ശീലം മാറ്റാൻ പെട്ടെന്ന് കഴിയോ? ഇല്ല. അതിനെതിരെ നമ്മൾ എന്ത് ചെയ്യണം എന്ന് ചോദിക്കുക. 8 മുറിയിലെ പെണ്ണുങ്ങൾ രഹസ്യമായി കൂടിയാലോചിച്ചു. കുടിച്ചോട്ടെ അവർ തീരുമാനിച്ചു.
കുടിച്ചിട്ടാ പോയാ മതി പള്ളിയില്, അവിടെയാ ചെന്ന് 4 വർത്താനാ പറയാനുള്ളത്. എന്നാ വെച്ചിട്ട് കുടി പാകത്തിന് മതിയിട്ടാ. അധികം കുടിച്ചാലും പിശാചുക്കൾ തൊള്ള തുറക്കില്ല. രണ്ടായാലും എന്താണ് ബുദ്ധിമുട്ടാണ്. ആണുങ്ങളുടെ സ്വഭാവം എന്താണ്? നല്ലോണം കുടിച്ചാലും തൊള്ള തുറക്കില്ല, തീരെ കുടിച്ചിട്ടില്ലെങ്കിലും തൊള്ള തുറക്കില്ല. അപ്പൊ പാകത്തിനേ പാടുള്ളൂ. എന്തു ചെയ്യണം എന്നറിയാത്തവരൊരു തീരുമാനം എടുക്കുകയാണ്. കുടി പാകത്തിനാക്കാൻ അവർ ഒരു വഴി കണ്ടുപിടിച്ചു. ഞായറാഴ്ച വെളുപ്പിന് 8 മുറിയിലെ പെണ്ണുങ്ങൾ 4 കുപ്പികളും കൊണ്ട് ചീരാച്ചി കള്ളുഷാപ്പിലേക്ക് വേഗം നടന്നു. നടക്കത്തിന്റെ വേഗത കൊണ്ട് അവരുടെ ഞൊറിവാലുകൾ കുലിഞ്ഞു വിടർന്നുകൊണ്ടിരുന്നു. എന്താണ് ഞൊറിവാലുകൾ? നിങ്ങൾ കണ്ടിട്ടില്ലേ? ക്രിസ്ത്യൻ സ്ത്രീകൾ ഉപയോഗിക്കുന്ന ആ വേഷം വളരെ മനോഹരമായിട്ടുള്ള ഒരു വേഷമാണ്. പുറകിൽ ഇങ്ങനെ ഞെറിഞ്ഞു കൊടുത്തിട്ടുള്ളത്. അവരുടെ നടത്തത്തിന്റെ വേഗത കൊണ്ട് എന്താണ്, ആ ഞൊറിവാലുകൾ ഇങ്ങനെ വിടർന്നുകൊണ്ടിരിക്കുകയാണ്. ചീരാച്ചി എത്തിയപ്പോഴേക്കും തണുത്ത കാറ്റിലും അവർ വിയർത്തൊഴുകി. വലിയൊരു ടാസ്ക് ആണല്ലേ അവരെ ഏറ്റെടുത്തിരിക്കുന്നത്. 8-9 പെണ്ണുങ്ങൾ ഒന്നിച്ച് രാവിലെ തന്നെ കള്ളുഷാപ്പിൽ കയറുന്നതാണ് അന്ന് ചീരാച്ചിക്കാരുടെ കണി. ഷാപ്പുകാരും അതിശയിച്ചു. കോക്കാഞ്ചിറക്കാർക്ക് പക്ഷെ ഒന്നിനും നേരമില്ല. ആരോടും ബോധ്യപ്പെടുത്താനും അല്ലെങ്കിൽ ആരോടും ഇവർ ചെന്നതിന്റെ മറുപടി പറയാനോ അല്ലെങ്കിൽ എന്താണ് എന്നൊന്നും പറയാൻ കോക്കാഞ്ചിറക്കാർക്ക് നേരമില്ല. കാരണം എന്താണ്, പള്ളിയില് എത്തുന്നതിന് മുമ്പ് കാര്യങ്ങളൊക്കെ അവരുടെ ആണുങ്ങളെയൊക്കെ എന്താണ് അവിടെ ചെന്ന് 4 വർത്താന എമണ്ടൻ വാറുവിനോട് പറയാനുള്ളത് തയ്യാറാക്കി വിടാനുള്ള ശ്രമത്തിലാണ് ഈ പെണ്ണുങ്ങൾ മുഴുവൻ. കള്ളില്ലേ? അവർ ചോദിച്ചു. ഒന്നാന്തരം മല്ലിക്കള്ള് വന്നിറങ്ങുന്ന നേരമാണ്. ഓരോരുത്തിയും 4 കുപ്പി വീതം വാങ്ങി 2 എണ്ണം കക്ഷത്തിലും 2 എണ്ണം കയ്യിലും പിടിച്ചു. ഇത് എന്താണ് സംഗതി? ചെത്തുകാരൻ രാഘവൻ ഷാപ്പുകാരൻ ഭാസ്കരനോട് ചോദിച്ചു. ഷാപ്പുകാരൻ ഭാസ്കരൻ എന്തു പറയാൻ? 9 പേരും മൂടുകുലുക്കി ഞൊറികൾ വിടർത്തി പറന്നു പോയ പോലെ അവർക്ക് തോന്നി. എല്ലാവർക്കും അതിശയം. കോക്കാഞ്ചിറയിലെ പെണ്ണുങ്ങൾ നേരം വെളുക്കുമ്പോ തന്നെ കള്ളുകുപ്പിയായിട്ട് ഷാപ്പിലേക്ക് തിരച്ചു വരുന്നു. നല്ല കള്ളില്ലേന്ന് ചോദിക്കുന്നു. 4 കുപ്പികളുമായിട്ട് ഓരോരുത്തർ പോകുന്നു. വല്ലാത്തൊരു അതിശയം തന്നെ. കണ്ണിൽ നിന്ന് അതിന്റെ വെള്ളായം മാറി കിട്ടാൻ രണ്ടാൾക്കും കുറെ നേരം എടുത്തു. നോക്കിയ പാട് വായി തുറന്ന് നിൽക്കുകയാണ്. നല്ല മറിമായം. അവര് പറഞ്ഞു, ഇതൊക്കെ എന്താ കോക്കഞ്ചിറക്കാർക്ക് പറ്റിയത്? വല്ലാത്തൊരു മറിമായം തന്നെ. എന്നിട്ട് എന്തുണ്ടായി? അല്ലിക്കള്ള് വയറ്റിൽ കിടന്നു മൂത്തു. 8 മുറിയിലെ ആണുങ്ങൾ കമാന്നൊരക്ഷരം അച്ഛനോടോ വാറുവിനോടോ പറഞ്ഞില്ല. കള്ളു കുടിപ്പിച്ച് ഭാര്യമാര് പെണ്ണുങ്ങളൊക്കെ കൂടി അവരെ പള്ളിയിലേക്ക് പറഞ്ഞു വിട്ടു. അവിടെ എത്തിയപ്പോ കാര്യങ്ങളൊക്കെ 4 വർത്താനം എമണ്ടൻ വാറുവിന്റെ മുഖത്ത് നോക്കി പറയാനാണ് അവരെ പറഞ്ഞയച്ചത്. ഇത്രയേറെ പണിപ്പെട്ട്. പക്ഷെ അവിടെ ചെന്നിട്ട് ഒന്നും നടന്നില്ല, ഒരക്ഷരം മിണ്ടിയില്ല. അച്ഛൻ പറഞ്ഞതും ഉപദേശിച്ചതും ഒക്കെ വായ പൊത്തി നിന്ന് കേട്ടു. കള്ളിന്റെ മണം പരക്കാതിരിക്കാനാണ് വായ പൊത്തി നിൽക്കുന്നത്. അച്ഛൻ എന്ത് തോന്നും? അത് കള്ള് കുടിച്ചിട്ടുണ്ട്, അല്ലിക്കള്ള് കുടിച്ചിട്ടുണ്ട്. അത് വൈകുന്നേരം ആയപ്പോഴേക്കും മൂത്ത് വയറ്റിൽ അങ്ങനെ എന്താണ്. അപ്പൊ അത് അച്ഛൻ തിരിച്ചറിഞ്ഞാൽ എന്താ ഉണ്ടാവുക? അതൊരു മോശത്തരല്ല. അതുകൊണ്ട് വായ പൊത്തി പിടിച്ചു നിന്നു. ഒരറ്റത്ത് നിന്ന് ഒന്നും മിണ്ടാതെ ഒതുങ്ങിയിരിക്കുന്ന എമണ്ടൻ വാറുവിനോട് അവർക്ക് സഹതാപം തോന്നി. പാവം വാറു, ഒന്ന് ആലോചിച്ചു നോക്കിയേ. പ്രതികരിക്കാൻ വേണ്ടി പോയ ആളുകളുടെ അവസ്ഥ ഇങ്ങനെയാണ്. എവിടെയാണ് നീതി കിട്ടുക അല്ലെ? അപ്പോ ആ പോയ സമയത്ത് എമണ്ടൻ വാറുവിനോടാണ് സ്വന്തം സ്ഥിതിയെ കുറിച്ച് അല്ലെങ്കിൽ സ്വന്തം കുടുംബത്തിന്റെ വരാനിരിക്കുന്ന സ്ഥിതിയെ കുറിച്ചല്ല അവർക്ക് സഹതാപം ഉണ്ടായത്. അപ്പൊ ഈ കള്ളകത്ത് ചെന്നതിന്റെ ഭാഗമായിട്ടാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ എന്താണ്, എമണ്ടൻ വാറുവിനോട് അവർക്ക് വളരെ സഹതാപം തോന്നി. പൊഴുക്കണം, വാറു ഞങ്ങളോട് പൊറുക്കണം അവർ പറഞ്ഞു. അങ്ങനെ ഒത്തുതീർപ്പായി. വാഴു പൊഴുക്കണം എന്ന് പറഞ്ഞു. വാഴ പഴുക്കുക എന്നുള്ളതൊന്നുമല്ല. എമണ്ടൻ വാറു എന്ത് ചെയ്യണം? ഞങ്ങളോട് പൊറുക്കണം, ഞങ്ങൾ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്ന്. നഷ്ടപരിഹാരം കിട്ടുന്ന കാശ് ഷാപ്പിലാ കൊണ്ടുപോയി കൽക്കണ്ടാട്ടാ അച്ഛൻ പറഞ്ഞു. എന്ത് പറഞ്ഞു? കിട്ടുന്ന പൈസ നഷ്ടപരിഹാരം കൊടുത്തിട്ടുണ്ട്. ആ പൈസ എന്ത് ചെയ്യണ്ട? ഇപ്പൊ പോണ വഴിക്ക് തന്നെ ഷാപ്പിലാ പോയിട്ട് എന്ത് ചെയ്യണ്ട? കലക്കി തീർക്കണ്ട എന്ന് പറഞ്ഞു. ഒരിക്കലും അങ്ങനെ ചെയ്യില്ലെന്ന് അവർ ഉറപ്പ് കൊടുത്തുവെങ്കിലും പള്ളിപ്പടിക്കലെത്തിയപ്പോൾ എല്ലാവർക്കും സങ്കടം വന്നു. കാരണം ഇനി എവിടേക്കാ നമുക്ക് പോകാനുള്ളത്? സങ്കടം ഇപ്പൊ മനുഷ്യർക്ക് ഉണ്ടാവുമല്ലോ അല്ലെ? എമണ്ടൻ വാറുവിന്റെ കയ്യിൽ നിന്ന് നഷ്ടപരിഹാരം വാങ്ങി ഒത്തുതീർപ്പായി അവിടെ ഒഴിഞ്ഞു കൊടുക്കാം എന്നുള്ളത് ഒത്തുതീർപ്പാക്കിയിട്ടുള്ള വരവാണ്. അപ്പൊ അവർക്ക് സങ്കടാ വന്നു. നമ്മൾ ഇനി എവിടേക്കാ പോവാടാ? നമുക്ക് വീടും കുടിയും ഇല്ലാണ്ടായില്ലേ? അതാണ് അവരുടെ സങ്കടം. നമുക്ക് വീടും കുടിയൊന്നുമില്ല, നമ്മളിനി എവിടേക്കാ പോവാ? ചീരാച്ചിക്കാ പോവാ. അവിടെ ഇരുന്നിട്ട് ആലോചിക്കാം. ചീരാച്ചി എവിടെയാന്ന് നേരത്തെ പറഞ്ഞില്ലേ? രാവിലെ പെണ്ണുങ്ങൾ പോയിട്ട് കള്ളു വാങ്ങി വന്ന സ്ഥലം. അവിടെ ഷാപ്പിലേക്കാണ് പോണത്. അവിടെ പോയി എല്ലാ സങ്കടങ്ങളും തീർത്തിട്ട് വരാമെന്ന് പോയ ആണുങ്ങൾ മുഴുവൻ ഒരു തീരുമാനം എടുത്തു. 8 മുറിക്കാർ എവിടേക്കൊക്കെയാണ് പോയത്? കാക്കക്കൂട്ടിൽ കല്ലിട്ടതുപോലെ പല സ്ഥലങ്ങളിലേക്കുള്ള അവരുടെ പോക്ക് ആനയ്ക്ക് വളരെ വേദനിച്ചു. എന്താണ് പറയുന്നത്? ഇനി പോകുന്ന സ്ഥലത്ത് കൊയ്യാനും കെട്ടാനും ഒക്കെ വശമുണ്ടെങ്കിലേ അവിടെ ജീവിക്കാനൊക്കൂ. നഗരത്തിൽ കൂടെ നടന്ന് അന്നന്നത്തെ കഞ്ഞിക്കുള്ള വക കൊത്തിപ്പെറുക്കി ഉണ്ടാക്കുന്ന ജീവിതമല്ല അത്. 365 ദിവസവും മണ്ണിൽ പണിയെടുക്കലാണ്. 8 മുറിക്കാർ
പലരിലും എന്താണ്, പലരുടെ കാലിലും ഇന്നോളം ഒരു പാടത്തെ ചളി പുരണ്ടിട്ടില്ല. നഗരത്തിന്റെ കുപ്പയിൽ പിറന്നു വീണു. നഗരത്തിന്റെ കുപ്പയിലാണെങ്കിൽ പോലും അവിടെ എന്തുണ്ട്? ഒരു പുതുമയുണ്ട്. നഗരത്തിന്റെ കുപ്പയിലൂടെ നടന്നു. അതിൽ നിന്നും വളരെ വ്യത്യസ്തമായ ദിക്കിലേക്കാണ് ഇപ്പോൾ അവർ ഓരോരുത്തരായും പറഞ്ഞിരിക്കുന്നത്. ഒരു കണക്കിന് നല്ലതാണ്. നിന്റെ മാപ്പിളേരെ കള്ളുകുടിയാ പോയി കിട്ടും. നീ ധൈര്യമായിട്ട് പോ. യാത്ര പറയാൻ വന്ന മീൻകാരൻ പൊറിഞ്ചുവിന്റെ ഉമ്മ അന്നക്കുട്ടിയോട് അമ്മാമ്മ പറഞ്ഞു. എന്താണ് അന്ന് പറഞ്ഞത്? എന്താണ്? നിന്റെ മാപ്പിളേന്റെ കള്ളുകൂടി ഒരുപക്ഷെ ഇവിടുന്ന് പോയാൽ ഈ കൂട്ടുകെട്ടൊക്കെ മാറി അതോടുകൂടി നിൽക്കും. നീ ധൈര്യമായിട്ട് പോയിക്കൊള്ളാൻ പറയാണ്. മീൻ കച്ചവടത്തിന്റെ കാര്യം അറിയിച്ചെടുത്തിയെ. മീൻ കച്ചവടം ഇല്ലേ വെച്ചാ കൊള്ളിക്കച്ചവടം ചെയ്യണം. നിന്റെ മാപ്പിളക്ക് എന്താ? മീന്റെ ശൂര് കേട്ടാലേ ഉറക്കം വരുള്ളൂ. മീൻ കച്ചവടം മാത്രമൊന്നല്ലെന്ന് നാട്ടിൽ കച്ചവടമായിട്ടുള്ളത്. എന്താണ്? മീൻ കച്ചവടം ഇല്ല എങ്കിൽ എന്ത് ചെയ്യണം? കൊള്ളി കച്ചവടം. കൊള്ളി അറിയില്ലേ? കപ്പ. നമ്മളവിടെ നാട്ടിൽ പ്രാദേശികമായിട്ട് പറയും കപ്പ, പൂള എന്നൊക്കെ പറയും. അപ്പൊ എന്താണ്? അത് കച്ചവടം ചെയ്തുകൊണ്ട് എന്ത് ചെയ്യണം? ജീവിക്കണം. നിന്റെ മാപ്പിളക്ക് എന്താ? മീനിന്റെ ശൂരില്ലെങ്കിൽ, അതിന്റെ മണമില്ലെങ്കിൽ എന്താ? അത് കേട്ടാൽ മാത്രമേ ഉറക്കം വരുള്ളൂ എന്ന് ചോദിക്കുകയാണ്. സ്നേഹത്തിന്റെ ശാസനയാണ് അതൊക്കെ. അപ്പോ കളിയാക്കലോ അല്ലെങ്കിൽ ചേർത്ത് പിടിക്കാൻ കഴിയാതെ സ്നേഹത്തോടു കൂടിയുള്ള ശാസനയാണ്. അന്നക്കുട്ടിയുടെ പകപ്പ് പോയില്ല. കണ്ണും വട്ടച്ച് അവൾ അങ്ങനെ നിൽക്കുകയാണ്. അമ്മാമ്മ അവളുടെ കൈ പിടിച്ചു ആശ്വസിപ്പിച്ചു. നേരത്തെ ഞാൻ പറഞ്ഞില്ലേ, അവിടെ ആശ്വാസമാണ്. കാരണം എന്താണ്? എവിടെ പോയാലും നമ്മൾ ജീവിക്കണം, എങ്ങനെയെങ്കിലും ജീവിക്കണം, അതിജീവിക്കണം എന്നാണ് അമ്മ പറയുന്നത്. അമ്മാമ്മയ്ക്ക് ഒരു ദേഷ്യം ഉണ്ടായിട്ടല്ല. പക്ഷെ എന്താണ്? ഉള്ളിലുള്ള സങ്കടത്തെ ആളി കത്തിക്കാതെ പകരം എന്ത് ചെയ്യാണ്? അമ്മാമ്മ അവരെ സ്നേഹത്തോടു കൂടി പോയി രക്ഷപ്പെടാൻ പറയുകയാണ്. അമ്മാമ്മയുടെ ആശ്വസിപ്പിക്കൽ കേട്ടപ്പോൾ അന്നംകുട്ടി സത്യത്തില് വളരെ സങ്കടത്തോടു കൂടി അവൾ കരഞ്ഞുപോയി. ഉച്ചയാവോളം പാത്രം മോറിയ വല്ല വളിച്ചതും പുളിച്ചതും ഉണങ്ങിയാലും 5-8 വയലേക്കുള്ളതാ കിട്ടും. അടുക്കള പണി എടുത്താൽ ഇനി ഇവിടുന്ന് എടുത്തിട്ടാണ് എനിക്കൊരു പിടിയില്ല. അതായത് എന്താണ്? ഞാനിങ്ങനെ ഓരോ പെരയിലും അടുക്കള പണി എടുത്താൽ വീട്ടിലുള്ള 5-8 എങ്ങനെ വളിച്ചതാണെങ്കിലും പുളിച്ചതാണെങ്കിലും ഉണങ്ങിയതാണെങ്കിലും 5 വയറ് നിറയ്ക്കാൻ എനിക്ക് ഈ അടുക്കളപ്പണി കൊണ്ട് കഴിയുന്നു. ഇനി എവിടുന്ന് എടുത്തിട്ടാണ് ഞാൻ ഇതൊക്കെ ചെയ്യുക എന്നുള്ളതാണ് അമ്മമ്മയോടുള്ള അവളുടെ ചോദ്യം. അങ്ങനെ ഒരു പിടിയുമില്ലാതെ എങ്ങോട്ടോ ആണ് അന്നംകുട്ടിയും കുടുംബവും പോയത്. അവർ മാത്രമല്ല, 8 മുറിയിൽ നിന്ന് അടർന്നടർന്നു പോയവരൊക്കെ ഓരോരുത്തർ പോകുമ്പോൾ മറ്റുള്ളവർ കരഞ്ഞു. ഒരു ചുമരിന്റെ അപ്പുറത്തും ഇപ്പുറത്തും ജനിച്ച് ജീവിച്ചവരാണ് ഞങ്ങള്. അവന്റെ ആടെ കരഞ്ഞ എൻ്റെ ആടെ കേൾക്കും. ഇവനെ അവിടെ വെച്ചിട്ട് ഇനി എവിടെ വെച്ചിട്ട് കാണാനാണ്? അവന്റെ ആടെ കരഞ്ഞ എൻ്റെ അവിടെ കേൾക്കും. അതായത് അപ്പുറത്ത് ഓരോ അറിയാലോ എങ്ങനെയുള്ള മുറികളായിരുന്നു എന്ന്. അവന്റെ അവിടെ കരഞ്ഞാൽ എൻ്റെ അവിടെ കേൾക്കും. അവന്റെ വിഷമങ്ങളും പ്രയാസങ്ങളും എനിക്ക് എൻ്റെ വീട്ടിലിരുന്നാൽ മനസ്സിലാവും. ഇനി എവിടെ വെച്ചാണ് ഇവരെയൊക്കെ കാണുക? ഇനി എവിടെ വെച്ചിട്ട് കാണാനാണ് എന്ന് ചോദിക്കുകയാണ്. 8 മുറിക്കാർക്ക് ഇനി കൊക്കാഞ്ചിറയിലേക്ക് തിരിച്ചു വരാൻ പറ്റില്ലെന്ന് കുട്ടിപ്പാപ്പൻ പറഞ്ഞു. ഇനി ഒരിക്കലും എന്താണ് ഒരു തിരിച്ചുവരവ്? ഈ പോയവർക്കൊന്നും എന്താണ് ഇങ്ങോട്ട് വരാൻ സാധിക്കുകയില്ല. കൊക്കാഞ്ചിറയിൽ ഇനി സ്ഥലം വാങ്ങി വീടുണ്ടാക്കുക വലിയ പണക്കാരായിരിക്കും. തൃശ്ശൂർ പട്ടണത്തിൽ ജോലിയും കച്ചവടവും ഒക്കെ ഉള്ളവർ മത്സരിച്ച് വില കൂട്ടി അവർ കൊക്കാഞ്ചിറയിൽ സ്ഥലം വാങ്ങിക്കൂട്ടുന്നു. വലിയ പണക്കാർ, മുതലാളിമാർ, ഉദ്യോഗസ്ഥർ, വ്യാപാരികൾ അങ്ങനെയുള്ളവർക്ക് താമസിക്കാൻ പറ്റിയ ഏറ്റവും നല്ല സ്ഥലമാണത്രേ കൊക്കാഞ്ചിറ. പണ്ടതൊരു ശ്മശാന ഭൂമിയായിരുന്നു എന്ന് പറയപ്പെടുന്നു. അവിടെ മതിൽ കെട്ടി തിരിച്ച കഷ്ണങ്ങളായി കൊക്കാഞ്ചിറ മാറുകയാണ്. അങ്ങനെയാണല്ലേ നഗരവൽക്കരണത്തിന്റെ ഭാഗമായിട്ട് വലിയ മതിലുകൾ അവിടെയും ഇവിടെയൊക്കെ വരികയാണ്. അതിനപ്പുറത്തേക്ക് നോക്കൂ, അവിടെ മതിൽ കെട്ടി തിരിച്ച കഷ്ണങ്ങളായി കൊക്കാഞ്ചിറ മാറുകയാണ്. പേടിച്ചിട്ടൊരു മരനാമ്പ് പോലും അതിനകത്തേക്ക് തല നീട്ടുന്നില്ല. മുതലാളിമാരുടെ വരവോടുകൂടി പ്രകൃതി പോലും എന്താണ്, പ്രകൃതിയിലെ മരങ്ങൾ ചിലപ്പോൾ അങ്ങോട്ട് വെയിലും വെളിച്ചവും ഒക്കെ ഉള്ള സ്ഥലത്തേക്ക് എന്താണ് മരനാമ്പുകൾ അങ്ങോട്ട് ചെല്ലും. അതുപോലും കടന്നില്ല എന്നാ പറയുന്നത്. ആദ്യമൊന്നും ഈ മാറ്റം കൊക്കാഞ്ചിറക്കാർ അറിഞ്ഞില്ല. അവർ വിറ്റുപോയിക്കൊണ്ടിരുന്നു. പണമുള്ളവർ അങ്ങനെയാണ്, കുട്ടിപ്പാപ്പൻ പറഞ്ഞു. എന്തിനേയും അവർ സ്വന്തം കാൽച്ചോട്ടിൽ ഒതുക്കും. കൊക്കാഞ്ചിറയിൽ നിന്ന് കൊക്കാഞ്ചിറക്കാരെ തുടച്ചു നീക്കാനും അവർക്ക് പറ്റും. ഇപ്പോൾ കൊക്കാഞ്ചിറക്കാർക്ക് ഒതുങ്ങി മാറാൻ സ്ഥലമില്ല. അതുകൊണ്ട് ഓരോരുത്തരെയായി പുറം കാലുകൊണ്ട് തട്ടിക്കളഞ്ഞിട്ട് അവിടെ കയറിയിരിക്കുകയാണ് കാശുള്ളവർ. അതായി അവസ്ഥ. അവരുടെ രേഖകളില്ലാത്ത വാക്കുകളെ കൊണ്ടുള്ള പ്രതികരണങ്ങൾക്കൊന്നും അവിടെ ഒരു പ്രാധാന്യവും ഉണ്ടായില്ല, ഒരു സ്ഥാനവും ഉണ്ടായില്ല. രേഖകൾ ഉണ്ടാക്കി മുതലാളിമാർ, കാശുള്ളവർ, ജോലിക്കാരെന്ത് ചെയ്തു? കൊക്കാഞ്ചിറക്കാരെ 8 മുറിയിൽ കൊക്കാഞ്ചിറയിൽ താമസിച്ചിരുന്ന 8 മുറിക്കാരെ അവിടെ നിന്ന് പൂർണ്ണമായും കുടിയൊഴിപ്പിക്കുകയാണ് ചെയ്തത്. ഇങ്ങനെ പോയാൽ കൊക്കാഞ്ചിറ നമ്മുടെ അല്ലാതാവും. ആനിയെ നടുക്കുന്ന ഒരു അറിവായിരുന്നത്. മുമ്പൊരിക്കലും ഇല്ലാത്ത വിധം അവൾ കൊക്കാഞ്ചിറയെ സ്നേഹിച്ചു. അങ്ങനെയാണല്ലേ നമ്മൾ ജനിച്ച് വളർന്ന നാട്, അല്ലെങ്കിൽ നമ്മൾ മണ്ണിന്റെ ഗന്ധം മനസ്സിലാക്കി അവിടെയുള്ള ആളുകൾ ഓരോ മണൽത്തരിയും നമുക്ക് പ്രിയപ്പെട്ടതാണ്, നമ്മുടേതാണെന്ന് ചിന്തിക്കുന്ന ഓരോ മനുഷ്യന്റെയും, കുടിയൊഴിക്കപ്പെടുന്ന ഏതൊരുവന്റെയും
നിസ്സഹായമായ അവസ്ഥയാണ് നമ്മൾ ഇവിടെ കാണുന്നത് അല്ലേ. അപ്പൊ തീർച്ചയായിട്ടും അമ്മാമ്മയുടെയും കുടുംബത്തിന്റെയും ഒക്കെ എന്താണ്, ആനിയുടെ അമ്മാമ്മയുടെയും അവളുടെ കുടുംബത്തിന്റെയും ഒക്കെ അതിജീവനത്തിന്റെ കഥയാണ് അല്ലെ. അപ്പൊ ഇവിടെ ഒരു നിസ്സഹായമായി നിൽക്കുന്ന ഒരു കുട്ടിയുടെ അല്ലെങ്കിൽ വലിയവരുടെ കഥകൾ കേട്ട് അല്ലെങ്കിൽ വലിയവരുടെ സംസാരം കേട്ട് പല ചോദ്യങ്ങൾക്കും ഉത്തരം കിട്ടാതെ നിൽക്കുന്ന ആനി എന്ന കുട്ടി അവസാനം എന്താണ്, കൊക്കാഞ്ചിറ നമ്മുടേതല്ലാതായി തീരുമെന്ന സത്യം അവൾ തിരിച്ചറിയുകയാണ്. അപ്പൊ ഇവിടെ ആനിയുടെ വല്യമ്മച്ചിയുടെയും അവരുടെ 5 പെൺമക്കളെയും വിട്ടുപോയ അവളുടെ അപ്പൻ കുട്ടിപ്പാപ്പൻ പ്രാഞ്ചിയാണ്. പാർശ്വവൽക്കരിക്കപ്പെട്ടു പോയ ഒരു ജനതയുടെ മുഴുവൻ പ്രശ്നങ്ങളും എന്താണ്, വികാരങ്ങളും പരിഭവങ്ങളും അവകാശങ്ങളും എല്ലാം നർമ്മം കലർത്തിയ ഭാഷയിലാണ് എന്ത് ചെയ്യുന്നത്, ഇവിടെ സാറാ ജോസഫ് അവതരിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ തൃശ്ശൂർ ഭാഷയിൽ ആ ആനി എന്ന കഥാപാത്രത്തിന്റെ കാഴ്ചപ്പാടിലൂടെ ഈ ഒരു നോവൽ നമ്മളെ കൊണ്ടുപോകുന്നത്, ഈ അധ്യായത്തിൽ പ്രത്യേകിച്ചും എന്താണ്, 8 മുറിക്കാരുടെ അല്ലെ, 8 മുറിക്കാർക്ക് 8 മുറി എന്ന് പറയുന്ന ഈ അധ്യായത്തിലൂടെ നമ്മളെ കൊണ്ടുപോകുന്നത് ആനിയുടെ കുറെ സംശയങ്ങളാണ്. അപ്പൊ തീർത്തും ഈ ഒരു അധ്യായത്തിൽ നമ്മൾ കുടിയൊഴിക്കപ്പെടുന്നവരുടെ വേദന പൂർണ്ണമായും ഉൾക്കൊള്ളാൻ അല്ലെങ്കിൽ നമ്മളിലേക്ക് എത്തിക്കാൻ, വായനക്കാരിലേക്ക് എത്തിക്കാൻ തീർച്ചയായിട്ടും നോവലിസ്റ്റിന് സാധിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ കൊക്കാഞ്ചിറക്കാരുടെ കഥ അല്ലെ, പണ്ട് ശവപ്പറമ്പായിരുന്ന തൊട്ടികളുടെ നാടായിരുന്ന കൊക്കാഞ്ചിറ ഇപ്പോഴെന്താണ്, അവിടേക്ക് പുരോഗമനത്തിന്റെ അല്ലെങ്കിൽ ആഡംബരത്തിന്റെ കാറ്റ് വീശിയപ്പോൾ ഉണ്ടായ അവസ്ഥയാണ് ഇവിടെ വിവരിക്കുന്നത്. അപ്പൊ നഷ്ടപ്പെട്ട ഭാഷ, നഷ്ടപ്പെട്ട സംസ്കാരത്തിന്റെ അല്ലെങ്കിൽ പാർശ്വവൽക്കരിക്കപ്പെട്ട ഒരു ജനതയുടെ വികാരം, പെൺമക്കളുടെ അല്ലെങ്കിൽ എന്താണ് ഇവിടെ നമുക്ക് എടുത്തു പറയേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, പ്രതികരിക്കാൻ തുടങ്ങുന്ന സ്ത്രീകൾ അല്ലെ, ആണുങ്ങൾക്ക് കഴിയാത്തിടത്ത് പ്രതികരിക്കാൻ തുടങ്ങിയ, അതെവിടെ എത്തിച്ചേർന്നു എന്നുള്ളതല്ല, എന്നാലും അവരും എന്താണ് പ്രതികരിക്കാൻ, അവകാശങ്ങൾ നേടിയെടുക്കാനുള്ള ഒരു ശ്രമം നടത്തി എന്നുള്ളതാണ്. അപ്പോ ആനി എന്ന കൊച്ചു പെൺകുട്ടിയുടെ ആകുലതകള്, അവളുടെ പ്രതീക്ഷകള് ഒക്കെ ഈ ഒരു ചെറിയ ഒരു ഭാഗത്തിൽ കൂടി നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. അപ്പൊ ഇതിന്റെ പഠന പ്രവർത്തനങ്ങൾ നമുക്ക് ഇനി എന്തായാലും അടുത്ത ക്ലാസ്സിലെ പറയാൻ സാധിക്കൂ. ഈ പാഠഭാഗം നിങ്ങൾക്ക് പൂർണ്ണമായും മനസ്സിലായി എന്ന് ഞാൻ കരുതുകയാണ്. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങള്, നിർദ്ദേശങ്ങളൊക്കെ നിങ്ങൾ താഴെ കാണുന്ന കമന്റ് ബോക്സിൽ നിങ്ങൾ അറിയിക്കേണ്ടതാണ്. ആശയ സംവേദനം നടക്കാത്ത രീതിയിൽ നിങ്ങൾക്ക് ഏതെങ്കിലും പദപ്രയോഗങ്ങളോ, ഞാൻ പറഞ്ഞല്ലോ തൃശ്ശൂർ ഭാഷയിൽ എഴുതപ്പെട്ടിട്ടുള്ളതാണ്, അപ്പോൾ ഒരുപാട് തൃശ്ശൂരുകാരുടെ പ്രാദേശിക അവർ സാധാരണ ഉപയോഗിക്കുന്ന പ്രയോഗങ്ങൾ ഇതിൽ ധാരാളം കടന്നു വന്നിട്ടുണ്ട്. അപ്പൊ അതിന് മതിയായ വിശദീകരണമല്ല തന്നിട്ടുള്ളത് എന്ന് അങ്ങനെയാണെങ്കിൽ നിങ്ങൾ നമ്മുടെ കമന്റ് ബോക്സിൽ അത് നിങ്ങളുടെ കമന്റ്സ് ആയിട്ട് അറിയിക്കണം. ഒരിക്കൽ കൂടി റെസൊണൻസ് ദ സ്റ്റഡി സ്പോട്ടിന്റെ എല്ലാ ആശംസകളും എല്ലാ പഠിതാക്കൾക്കും നൽകുന്നു. നമ്മുടെ എല്ലാ വിഷയങ്ങളുടെയും ക്ലാസ്സുകൾ തീർച്ചയായും നിങ്ങൾ കാണണം. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങൾക്ക് അറിയിക്കുക. നന്ദി.